സ്വപ്നം കാണുക, വലിയ ലക്ഷ്യങ്ങളുണ്ടാവുക, ആ ലക്ഷ്യത്തിന് വേണ്ടി നിരന്തരമായി അധ്വാനിക്കുക. ഇതൊക്കെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിലെ വലിയ സ്വപ്നങ്ങൾ. അതല്ലാതെ SSLCയോടുകൂടി പഠനം അവസാനിപ്പിച്ച് തേരാപാര നടക്കുന്ന അലക്ഷ്യമായി നീങ്ങുന്ന ആളുകളായി നമ്മൾ മാറാൻ പാടില്ല. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം വിദ്യാഭ്യാസം തന്നെയാണ്. നമ്മുടെ ഇവിടുത്തെ ദർസില് മതവും ഭൗതികവും സമന്വയിച്ചാണ് ഇവിടെ ദർസ് വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വിദ്യാർത്ഥികൾ SSLC ചെയ്യുന്നുണ്ട്, PUC ചെയ്യുന്നുണ്ട്, ഡിഗ്രി ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടർ വിദ്യാഭ്യാസമുണ്ട്, ഒക്കെ നൽകുന്നുണ്ട്. അതേപോലെ നമ്മുടെ നാട്ടിലുള്ള എല്ലാ ചെറുപ്പക്കാരും വിദ്യാഭ്യാസ മേഖലയിൽ വലിയ സ്വപ്നം കാണുന്ന ആളുകളായി മാറണം. പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ അങ്ങനെ സ്വപ്നം കാണുന്നവരായി മാറണം. അതേപോലെ രണ്ടാമത്തെ ഒരു വിഷയം, ആരോഗ്യം വളരെ കൺസേൺ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു മേഖലയായി മാറണം. നമ്മുടെ ആരോഗ്യം, ഹെൽത്ത്, ഫിറ്റ്നസ്, ഫിസിക്സ്, നമ്മുടെ ശരീരത്തിൻ്റെ പ്രകൃതി, അതേപോലെ ശാരീരികമായ മാനസികമായ ആരോഗ്യം, ഇതൊക്കെ നമ്മൾ വളരെ പ്രാധാന്യത്തോടുകൂടി പരിഗണന കൊടുത്തുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. മാനസികമായ ആരോഗ്യം വെറുതെ കിട്ടൂല, ശാരീരികമായ ആരോഗ്യവും വെറുതെ കിട്ടൂല. ഇതൊക്കെ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കേണ്ടതാണ്. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിച്ചു, ഒരു മനുഷ്യന് രോഗം വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. രോഗം വന്നതിൻ്റെ ശേഷം മരുന്ന് കുടിക്കുക, ഹോസ്പിറ്റലിൽ പോവുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ പ്രയാസമാണ്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, കുറച്ച് പ്രായമുള്ള ആളാണ്. എല്ലാ ദിവസവും 5000 രൂപയുടെ ടാബ്ലറ്റ് കഴിച്ച് ജീവിക്കുന്ന ഒരു സുഹൃത്ത് എനിക്കുണ്ട്. ദിവസവും 5000 രൂപയുടെ ടാബ്ലറ്റ് കഴിച്ച് ജീവിക്കുന്ന ഒരു സുഹൃത്ത്. അപ്പോൾ ഒരു മാസത്തിൽ എത്ര ചിലവ്? 1.5 ലക്ഷം രൂപയുടെ, അതിപ്പോൾ പൈസ കുറഞ്ഞതാണ്. കുറച്ച് മുമ്പ് 2 ലക്ഷം ഉണ്ടായിരുന്നു. 50,000 വേറെ ഏതൊരു ത്രൂ അവർക്ക് കെയർ ഓഫിൽ കിട്ടുന്നതുകൊണ്ട് 50,000 കുറഞ്ഞു കിട്ടി. മാസത്തിൽ 1.5 ലക്ഷം രൂപയുടെ ടാബ്ലറ്റ് കഴിച്ച് ജീവിക്കുന്നവരാണ്, ക്യാൻസർ രോഗിയാണ്. അള്ളാഹു അത്ഭുതകരമായി ശിഫ നൽകണം. അപ്പോൾ പൈസയൊക്കെ ബാക്കിയാവും, 1 ലക്ഷം ബാക്കിയാവും. അള്ളാഹു ശിഫ നൽകട്ടെ. അപ്പോൾ പല രീതിയിൽ സാമ്പത്തിക പ്രയാസമുണ്ട്, ശാരീരിക പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ശരീരത്തിന്റെ ആരോഗ്യം വളരെ പ്രാധാന്യത്തോടുകൂടി ശ്രദ്ധിക്കണം എന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രാർത്ഥന, അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത് വആഫിനി ഫീമൻ ആഫൈത്. അല്ലാഹുവേ, നീ സന്മാർഗം നൽകിയവരെ എന്നെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. വആഫിനി ഫീമൻ ആഫൈത്, നീ ആരോഗ്യം നൽകിയവരെ എന്നെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. എത്ര പ്രാർത്ഥനകളാണ് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ആരോഗ്യം നിലനിൽക്കാൻ വേണ്ടി നിരന്തരമായി ദുആ ചെയ്തത്. സുബഹിയുടെ ശേഷം നിങ്ങളൊക്കെ ഓൺലൈനിലൂടെയൊക്കെ ദിക്റും എന്താണ് അദ്കാറുൽ സ്വബാഹും അദ്കാറുൽ മസാഅൊക്കെ കേൾക്കുന്ന ആളുകളായിരിക്കും. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രഭാതത്തിൽ ഒരു ദിവസം പോലും ഒഴിവാക്കാതെ ചൊല്ലാറുള്ള ഒരു ദിക്റുണ്ട്. اللهم إني أسألك العافية في الدنيا والآخرة. അല്ലാഹുവേ, ദുനിയാവിലും ആഖിറത്തിലും എനിക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്. നബി തങ്ങൾ ദുആ ചെയ്യാണ്, ആരോഗ്യം എനിക്ക് നീ നൽകണേ അല്ലാഹ്. വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്, എല്ലാവരും കേൾക്കുക. ചെറുപ്പക്കാരികളൊക്കെ കേൾക്കുക. നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം നന്നായി നിയന്ത്രിക്കേണ്ടവരാണ്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരൊക്കെ, പുതിയ തലമുറയിലുള്ള ചെറുപ്പക്കാരൊക്കെ വലിയൊരു വേറെ വെച്ച് നടക്കുന്ന ആളുകളായി മാറരുത്. നമ്മളൊക്കെ പഴയ തലമുറയാണ്, ആ തലമുറയ്ക്ക് അങ്ങനെയായിരുന്നു. എന്നാൽ പുതിയൊരു തലമുറ വലിയ വേറെ വെച്ച് നടക്കുന്ന ഒരു ജനറേഷനായിട്ട് നിങ്ങൾ മാറരുത്. കാലത്തിനനുസരിച്ച് മാറുമ്പോൾ നമ്മുടെ ഫിസിക് കൂടി, ശരീരത്തിന്റെ ആകൃതി കൂടി ശ്രദ്ധിക്കണം, മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകണം. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ആഫിയത ഫിദ് ദുനിയ വൽ ആഖിറ. ദുനിയാവിലും ആഖിറത്തിലും എനിക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്. ആരോഗ്യം ഒരു ദുആ.
അതിനോട് ചേർന്ന് വീണ്ടും അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ദുആ ചെയ്തു, اللهم إني أسألك العفو والعافية في ديننا ودنيانا وأهلنا ومالنا. എൻ്റെ ദീനിലും എൻ്റെ ദുനിയാവിലും എൻ്റെ സമ്പാദ്യങ്ങളിലും എൻ്റെ കുടുംബത്തിലും അഫ്വ് നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്, ആരോഗ്യം നൽകണേ റബ്ബേ, തെറ്റുവന്നു പോയാൽ അഫ്വ് നൽകണേ അല്ലാഹ്. പിന്നെ നബി തങ്ങളുടെ മറ്റൊരു ദുആയാണ്, അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, പടച്ചോനെ എൻ്റെ ശരീരത്തിന് നീ ആരോഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുമ്മ ആഫിനി ഫീ സമഇ, എൻ്റെ ചെവിക്ക് നീ ആരോഗ്യം നൽകണേ റബ്ബേ. ആഫിനി ഫീ ബസരി, എൻ്റെ കണ്ണിന് നീ ആരോഗ്യം നൽകണേ അല്ലാഹ്. വേറൊരു ദുആയാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക, പടച്ചോനെ എൻ്റെ നിഅമത്തുകൾ നീ നിലനിർത്തണേ അല്ലാഹ്, എൻ്റെ ആരോഗ്യം നീ നിലനിർത്തണേ റബ്ബേ, എൻ്റെ ആരോഗ്യത്തെ നീ കൊണ്ടുപോവല്ല, ഞാൻ ചെയ്യുന്ന തെറ്റുകൾ കാരണത്താൽ രോഗങ്ങൾ എനിക്ക് നീ നൽകല്ലേ അല്ലാഹ്. പിന്നെ നബി തങ്ങളുടെ മറ്റൊരു ദുആയാണ്, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. അല്ലാഹുവേ, നിന്റെ നാമം കൊണ്ട് എല്ലാ ശർറിൽ നിന്നും എന്നെ നീ കാക്കണേ അല്ലാഹ്. ചുരുക്കി പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ആരോഗ്യത്തിന് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. എന്തിന്? അല്ലാഹുവിനോട് ചോദിക്കണം. അതൊരു മുഅ്മിനിന്റെ അടയാളമാണ്. ദുആഉ സിലാഹുൽ മുഅ്മിൻ, ഒരു വിശ്വാസിയുടെ ആയുധം പ്രാർത്ഥനയാണ്. നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും, എത്ര മെയിൻറ്റെയിൻ ചെയ്താലും, എത്ര ഭക്ഷണം നിയന്ത്രിച്ചാലും രോഗം തരുന്നവൻ അല്ലാഹുവാണ്. ആ ഒരു വിശ്വാസം സത്യവിശ്വാസികളായ നമ്മളിൽ ഉണ്ടാവണം. ജിമ്മിന് പോയതുകൊണ്ട് ആരോഗ്യം ഉണ്ടാവില്ല, രാവിലെ എക്സസൈസ് ചെയ്തത് കൊണ്ടോ വർക്കൗട്ട് ചെയ്തത് കൊണ്ടോ ആരോഗ്യം ഉണ്ടാവില്ല, ഭക്ഷണം നിയന്ത്രിച്ചത് കൊണ്ടും ആരോഗ്യം ഉണ്ടാവില്ല. അതിന്റെ കൂടെ ദുആ ചെയ്യണം എന്നാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രാർത്ഥനയിൽ നിന്ന് നമ്മൾക്ക് പഠിക്കാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ദുആഉ സിലാഹുൽ മുഅ്മിൻ, ഒരു വിശ്വാസിയുടെ ആയുധം പ്രാർത്ഥനയാണ്. അപ്പൊ എന്ത് ചെയ്താലും പ്രാർത്ഥന കൊണ്ടേ നമ്മൾ രക്ഷപ്പെടുള്ളൂ. അതുകൊണ്ട് അല്ലാഹുവിനോട് രാത്രിയായാലും രാവിലെയായാലും ദുആ ചെയ്യണം ആരോഗ്യത്തിന് വേണ്ടി എന്ന് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ നിരന്തരമായി നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. നമ്മൾ ആരാ ദുആ ചെയ്യുന്നത്? ആരെങ്കിലും ദുആ ചെയ്യുന്നുണ്ടോ? ഒരു 25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, പഠിച്ചവൻ എൻ്റെ കണ്ണിന്റെ ആരോഗ്യം മരിക്കുന്നത് വരെ നിലനിർത്തണം എന്ന് ദുആ ചെയ്യാറുണ്ടോ? 40 വയസ്സാകുമ്പോൾ കണ്ണടക്കാൻ തുടങ്ങും. ചെവിയുടെ ആരോഗ്യം മരിക്കുന്നത് വരെ നിലനിർത്തണമെന്ന് ദുആ ചെയ്യാറുണ്ടോ? നബി തങ്ങൾ അങ്ങനെ സ്പെഷ്യലൈസ് ചെയ്ത് ദുആ ചെയ്തിട്ടുണ്ട്. اللهم اقسم لنا من خشيتك ما تحول به بيننا وبين معاصيك ومن طاعتك ما تبلغنا به جنتك ومن اليقين ما تهون به علينا مصائب الدنيا اللهم متعنا بأسماعنا وأبصارنا وقواتنا ما أحييتنا. അല്ലാഹുവേ, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം എൻ്റെ കണ്ണിന് ആരോഗ്യം നൽകണേ അല്ലാഹ്, എൻ്റെ ചെവിക്ക് നീ ആരോഗ്യം നൽകണേ അല്ലാഹ്, എൻ്റെ ശരീരത്തിന്റെ ആരോഗ്യം എൻ്റെ മരണം വരെ നിലനിർത്തണേ അല്ലാഹ്. നബി തങ്ങളുടെ മറ്റൊരു ദുആയാണ്, ഒരു സദസ്സിൽ നിന്ന് പോലും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാതെ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ എണീറ്റ് പോയിട്ടില്ല എന്ന ഹദീസുകളിൽ കാണാൻ കഴിയും. അല്ലാഹുമ്മ മത്തിഅനാ ബിഅസ്മാഇനാ, ഞങ്ങളുടെ കാഴ്ചയെ നീ സുഖിപ്പിക്കണേ അല്ലാഹ്, ഞങ്ങളുടെ ചെവിയെ കേൾവി ശക്തിയെ നീ സുഖിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ മത്തിഅനാ ബിഅസ്മാഇനാ വഅബ്സാരിനാ വഖുവ്വാതിനാ മാ അഹ്യൈതനാ വജഅൽഹുൽ വാരിസ മിന്നാ. അഥവാ കണ്ണ്, ചെവി, ശരീരത്തിന്റെ ആരോഗ്യಕ್ಕೆ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നല്ല സുഖത്തിന് തരണം. അതേ ഹബീബായ നബി തങ്ങൾ തന്നെയാണ് പറഞ്ഞത്, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്. നിങ്ങൾ രോഗിയാകുന്നത് അല്ലാഹു തരുന്ന ശിക്ഷയാണ് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾ ചോദിച്ചു വാങ്ങുകയാണ്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ, കടലിലും കരയിലും പ്രശ്നങ്ങൾ ഉണ്ടായത് ബിമാ കസബത് ഐദിൻ നാസ്, ജനങ്ങൾ ചോദിച്ചു വാങ്ങുകയാണ്. ചില അസുഖങ്ങൾ നമ്മൾ ചോദിച്ചു വാങ്ങുകയാണ്. അതല്ല എല്ലാം അല്ല തന്നാണെന്ന് പറഞ്ഞിട്ട് അല്ലാതെ നിൽക്കണ്ട, കുറച്ചൊക്കെ നമ്മൾ ചോദിച്ചു വാങ്ങുന്നുണ്ട് അസുഖങ്ങളെ. എങ്ങനെ? ഭക്ഷണ നിയന്ത്രണങ്ങളില്ലാതെ, ആരോഗ്യം ശ്രദ്ധിക്കാതെ, വ്യായാമമില്ലാതെ,
പ്രിയപ്പെട്ടവരെ, പഴയ കാലം പോലെയല്ല നമ്മുടെ കാലം. നിങ്ങളുടെ നാട് ഒരുപക്ഷെ തോട്ടങ്ങളും കൃഷികളൊക്കെ കൊണ്ട് സജീവമായിരിക്കാം. നിങ്ങളൊക്കെ അധ്വാനിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പഴയ കാലത്ത് തോട്ടങ്ങളും പാടങ്ങളും എല്ലാം ഉള്ളവർ നിരന്തരമായി അധ്വാനിക്കുന്നവരായിരുന്നു. ഈ കാലത്ത് അങ്ങനെ അധ്വാനിക്കുന്നവർ ചെറുപ്പക്കാരുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ വളരെ ഹൈറാണത്. ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യാതെ നമ്മൾ തിന്ന് ജീവിക്കുകയാണെങ്കിൽ രോഗിയാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. പ്രിയപ്പെട്ടവരെ, ഹബീബായ നബി തങ്ങൾക്ക് കുതിരസവാരി ഉണ്ടായിരുന്നു. ഹോഴ്സ് റൈഡിംഗ് എന്ന് പറയുന്നത് 2 മണിക്കൂർ നേരം കളിക്കുന്നതിനേക്കാളും പ്രയാസമാണ് 1.5 മണിക്കൂർ നേരം ഹോഴ്സ് റൈഡിംഗ് ചെയ്യുക എന്നുള്ളത്. എളുപ്പമുള്ള കാര്യമല്ല. ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളിലേക്കും അതിന്റെ സ്വാധീനം ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ ഹോഴ്സ് റൈഡിംഗ് പഠിക്കണം. നബി തങ്ങൾ പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ സ്വിമ്മിംഗ് പഠിക്കണം. നീന്തുന്നത് ഒരു മനുഷ്യന്റെ ശാരീരികമായ ആരോഗ്യത്തിന്റെ ഭാഗമാണ്. അവർ നടന്നിരുന്നു, അവർ ഓടിയിരുന്നു, അവർ യുദ്ധത്തിന്റെ ഓരോ അഭ്യാസങ്ങൾ പരിശീലനം നടത്തിയിരുന്നു. എന്നാൽ നമ്മുടെ ചെറുപ്പക്കാര് മൊബൈലിന്റെ മുമ്പിലാണ്, നമ്മുടെ മക്കളും കാർട്ടൂണിന്റെ മുന്നിലാണ്, ഗെയിമുകളുടെ മുന്നിലാണ്. 4-5 ആളുകൾ ഒരുമിച്ച് കൂടി ഓൺലൈനിലൂടെ ഗെയിം കളിച്ച് പരസ്പരം വെട്ടുന്നു, പരസ്പരം ചവിട്ടുന്നു, കിക്ക് ചെയ്യുന്നു, ഷൂട്ട് ചെയ്യുന്നു. ഇതുപോലെ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഗെയിമിന്റെ പിന്നാലെ നമ്മുടെ ചെറുപ്പക്കാരും നമ്മുടെ മക്കളൊക്കെ വളർന്നു വരുമ്പോ കണ്ണിന്റെ കാഴ്ചയ്ക്ക് നഷ്ടപ്പെടുന്നത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. വടിയന്മാരും മനസ്സന്മാരുമായി മാറുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഉണ്ടാക്കിയതാണ് നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടാനുള്ള കാരണം. അറ്റാക്ക് വന്ന് മരിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. നബി തങ്ങൾ പറഞ്ഞു, ഇദാ കാന ആഖിറു സമാൻ, ലോകാവസാനം നിങ്ങളിലേക്ക് അടുത്തു വരുമ്പോ ആളുകൾ പെട്ടെന്ന് മരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. അപ്പൊ ഇത് ലോകാവസാനത്തിന് അടയാളാണ് എന്ന് പറഞ്ഞ് മിണ്ടാണ്ടിരിക്കാനല്ല പറഞ്ഞത്. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളെ നമ്മൾ ആലോചിക്കണം. നോക്കൂ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുന്നുണ്ട്, ലോകാവസാനം എപ്പോഴാണ് നബിയെ എന്ന് ചോദിച്ചപ്പോ നബി തങ്ങൾ അതിന്റെ ഡേറ്റ് പറഞ്ഞു കൊടുക്കുന്നില്ല. ചോദ്യകർത്താവിനേക്കാൾ ചോദിക്കപ്പെട്ടവന് കൂടുതൽ അറിയില്ല. ജിബ്രീലാ ചോദിക്കുന്നത്. ജിബ്രീലിനോട് പറഞ്ഞു, ജിബ്രീലേ, എനിക്ക് നിങ്ങളെക്കാൾ ഈ വിഷയത്തിൽ കൂടുതൽ പ്രാവീണ്യമില്ല, അറിവില്ല. അല്ലാഹു അറിയിച്ചു കൊടുക്കണ്ട. പിന്നെ 2050 ലോകാവസാനം നടക്കുമെന്ന് പറഞ്ഞാലോ അതിനെ ഡിപ്പെൻഡ് ചെയ്ത ആളുകൾ ജീവിക്കും. അതേ 2050 പറഞ്ഞു. പിന്നെന്തിനാ ബിൽഡിംഗ് എടുക്കുന്നു, പിന്നെന്തിനാ സ്ഥാപനങ്ങൾ, പിന്നെന്തിനാ വീട്? 2050 അവസാനിക്കല്ലേ? ഉള്ള സ്ഥാപനങ്ങളൊക്കെ തട്ടിമുട്ടി പോവാ. അധ്വാനിക്കുന്നത് വേണ്ട. അപ്പൊ നബിതങ്ങൾ കൃത്യമായി ഡേറ്റ് പറഞ്ഞില്ല. അപ്പൊ എന്താ അതിൽ നമുക്ക് ലഭിക്കുന്ന ഒരു പാഠം? നബിതങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങളുടെ കയ്യിൽ ഒരു ചെടിയുണ്ടെങ്കിൽ നാളെ ലോകാവസാനം എന്ന് മനസ്സിലായാൽ വരെ ആ ചെടിയെ നിങ്ങൾ നട്ടു വളർത്തണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. കയ്യിലൊരു ചെടിയുണ്ട്, ഒരു വാഴയുണ്ട്, ഒരു കവുങ്ങുണ്ട്, ഒരു തെങ്ങുണ്ട്. ഒരു തെങ്ങ് നിങ്ങളുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ ഒരു വാഴയുണ്ട്, വാഴക്കുഞ്ഞ്. അപ്പൊ നിങ്ങൾ വീട്ടിൽ വന്നപ്പോ ചാനലിലൂടെ ഒക്കെ നിങ്ങൾ വാർത്ത കാണാം. ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട്, എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ന്യൂസ് ആയിട്ട് വരണം. എന്ത്? ദജ്ജാല് പുറപ്പെട്ടിട്ടുണ്ട്. ദജ്ജാലിന്റെ വീഡിയോകളൊക്കെ ചാനലിൽ കാണൂലേ? വന്നാലേ ഒറ്റക്കണ്ണനായ ദജ്ജാല് പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സംവിധാനങ്ങളാണെങ്കിൽ നമ്മുടെ ടിവിയിലൂടെ വരൂലേ? പിന്നെ കാലം അത് തിരിച്ചു പോകുമോ എന്നറിയില്ല. ആ ഒരു കലിയുഗത്തിലേക്ക്, ടി വി ഇല്ലാത്ത, മൊബൈൽ ഫോൺ ഇല്ലാത്ത ഒരു സംവിധാനത്തിലേക്ക് ആ കാലഘട്ടത്തിൽ പോകുമെന്നറിയില്ല. ഇങ്ങനെ ഒരു കാലഘട്ടമാണെങ്കിൽ ദജ്ജാല് വന്നാലേ ചാനലിൽ വരൂലേ, ടി വിയിൽ ഉണ്ടാവൂലേ, മൊബൈലിൽ വരൂലേ? അപ്പൊ എല്ലാവർക്കും ദജ്ജാല് വന്നു എന്നുള്ള കാര്യം. ആ സമയത്ത് ദജ്ജാല് വന്നു, ഇനി കുറച്ചല്ലേ ഉള്ളൂ, എന്തിനാ കൃഷി, എന്തിനാ വീട്, എന്തിനാ സ്ഥാപനങ്ങൾ, എന്തിനാ മറ്റുള്ള കാര്യങ്ങൾ, ഇനി ബാധെടുത്ത് മുന്നോട്ട് പോവാ, പുണ്യമായിട്ടൊരു കാര്യവും വേണ്ട എന്ന് ചിന്തിച്ചാലോ ലോകം ഉടനെ അസ്തമിച്ചു പോകും. ആളുകൾ പണിയെടുക്കാതിരുന്നാല് ലോകത്ത് കാര്യങ്ങൾ മുന്നോട്ട് പോകണം. അപ്പൊ നാളെ ലോകാവസാനം എന്നറിഞ്ഞാൽ വരെ നിങ്ങൾ കൃഷി ചെയ്യുകയാണെങ്കിൽ ആ കൃഷിയെ നിങ്ങൾ പൂർത്തീകരിക്കണം. നിങ്ങൾക്കതിൽ നിന്നുള്ള ഫലം കിട്ടുമോ എന്ന് നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ ആ കൃഷി നട്ടിട്ട് എണീക്കാൻ പാടുള്ളൂ. ലോകാവസാനം എന്റെ വെക്ക് നടന്നോട്ടെ. ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ആ പറഞ്ഞു തരുന്നത് നിങ്ങളെ പേടിപ്പിക്കാനല്ല. ആ അടയാളങ്ങളിൽ നിന്ന് വിട്ടുനിന്നാൽ 2050 നടക്കേണ്ട ലോകാവസാനത്തെ 2100 മാറ്റാൻ നമ്മളെ കൊണ്ട് കഴിയും. 2050 ലോകാവസാനം നടക്കുന്നതെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ഒരുപാട് അടയാളങ്ങൾ പറഞ്ഞു
പറഞ്ഞിട്ടുണ്ട്. ആ അടയാളങ്ങളിൽ നിന്ന് ഈ ഉമ്മത്ത് വിട്ടുനിന്നാൽ ഖിയാമത്ത് നാളിന്റെ ഡേറ്റ് നീണ്ടുകൊണ്ടുപോകും. നേരെ മറിച്ച് വീണ്ടും തെറ്റുകൾ വർദ്ധിച്ചാൽ അത് പിന്നെ അടുത്തു വരും. എന്തൊക്കെയാണ്? വ്യഭിചാരം വർദ്ധിക്കുക. വ്യഭിചാരം വർദ്ധിക്കുന്നു, നമ്മൾ വ്യഭിചാരം ചുരുക്കുന്നു. കള്ളുകുടി വർദ്ധിക്കുന്നു, നമ്മളത് ചുരുക്കുന്നു. മ്യൂസിക് വർദ്ധിക്കുന്നു, നമ്മളത് ചുരുക്കുന്നു. അങ്ങനെ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞ ലോകാവസാനത്തിന്റെ അടയാളങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ അടയാളങ്ങളും അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു തരുന്നത്. ഇവിടെ നബി തങ്ങൾ പറഞ്ഞു, മാതാപിതാക്കളെ ഭരിക്കുന്ന മക്കളുണ്ടാവുക. ലോകത്തിന്റെ ഒഴുക്ക് എന്ന് പറയുന്നത്, ലോകത്തിന്റെ ഫ്ലോ എന്ന് പറയുന്നത് മക്കളെ മാതാപിതാക്കളാ ഭരിക്കേണ്ടത്. ഇന്നങ്ങനെ പ്രസംഗിക്കാൻ പോലും പാടില്ല. ലിബറലിസവും ഫ്രീ തിങ്കേഴ്സൊക്കെ വ്യാപകമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? മാതാപിതാക്കൾക്ക് മക്കളുടെ മേൽ അവകാശമൊന്നുമില്ല എന്ന രീതിയിൽ മക്കളുടെ ഹൃദയത്തിലേക്ക് ഇത്തരം ആശയങ്ങൾ ഇഞ്ചക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഒരു അവകാശമില്ല. മൈ ബോഡി മൈ ചോയ്സ്, അങ്ങനെ പറയാം. മൈ ബോഡി മൈ ചോയ്സ്. എന്റെ ശരീരം അത് എന്റേതാണ്, ഞാൻ തീരുമാനിക്കും എന്ത് ചെയ്യണം. ഉപ്പാക്ക് അവകാശമില്ല, ഉമ്മയ്ക്ക് അവകാശമില്ല. അങ്ങനെയല്ല പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അങ്ങനെയല്ല. മക്കളുടെ നിയന്ത്രണം മാതാപിതാക്കളുടെ കൈകളിലാണ്. അല്ലാഹു മാതാപിതാക്കളോടാണ് ചോദിക്കുക. സ്വതന്ത്ര ചിന്താഗതിക്കാരും ഫ്രീ തിങ്കേഴ്സ് ഒക്കെ പറയുന്നത് കേട്ടാൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് നമ്മുടെ ശരീരം നോക്കി നടന്നാൽ മതി. മക്കളെ നോക്കേണ്ടതില്ല, മക്കൾക്ക് മാതാപിതാക്കളെ നോക്കേണ്ടതില്ല. അവരവരുടെ ശരീരം നോക്കി നടന്നാൽ മതി. എന്നാൽ ഖുർആൻ പറയുന്നത് അങ്ങനെയല്ല. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ മാത്രം നോക്കിയാൽ പോരാ, നിങ്ങളുടെ മക്കളുടെ കാര്യം നിങ്ങൾ നോക്കേണ്ടതുണ്ട്. നിങ്ങളുടെ കുടുംബത്തിന്റെ കാര്യം നിങ്ങൾ നോക്കണം. നിങ്ങളുടെ കാര്യം മാത്രം നോക്കി മക്കൾ നിങ്ങൾ ശ്രദ്ധിക്കാതിരുന്നാൽ അതിന്റെ പേരിലായിരിക്കും അല്ലാഹു നാളെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നത്. അല്ലാഹു തആല സത്യനിഷേധികളായ ആളുകൾക്ക്, അക്രമികളായ ആളുകൾക്ക് അല്ലാഹു ഒരുക്കി വെച്ച നരകാഗ്നി എന്ന് പറയുന്നത്, അതിന്റെ ഫ്യൂൽ എന്ന് പറയുന്നത്, അതിന്റെ ഇന്ധനം എന്ന് പറയുന്നത് മനുഷ്യരാണ്. അവിടുത്തെ വിറകുകൊള്ളി മനുഷ്യരാണ്. ആളിക്കത്താൻ അല്ലാഹു ഇന്ധനമൊഴിക്കുന്നത് മനുഷ്യനിട്ടുകൊണ്ടാണ്. അങ്ങനെയുള്ള നരകത്തിന്റെ ഭയാനകമായ ആ ചൂടിനെ ഓർത്തെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മക്കളെ നിയന്ത്രിക്കുന്നവരാകണം, മക്കളെ കൺട്രോൾ ചെയ്യുന്നവരാകണം എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. നേരെ ക്യാമ്പസുകളിൽ പോയാൽ, മംഗലാപുരത്തായാലും ഇനി ഏത് രാജ്യങ്ങളിലായാലും ഏത് നാടുകളിലായാലും, ക്യാമ്പസിന്റെ കലാലയങ്ങളുടെ യൂണിവേഴ്സിറ്റികളുടെ മോട്ടോ എന്ന് പറയുന്നത്, നീ ഒരു തവണയാണ് ജീവിക്കുന്നത്. യോലോ, നീ ഓൺലി വൺ ടൈം ആണ് നീ ജീവിക്കുന്നത്. അങ്ങനെയാണ്. യു ലീവ്സ് ഓൺലി വൺ ടൈം, യോലോ. അതുകൊണ്ട് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ഇഫ് യു എൻജോയ് ഇറ്റ്. ജീവിതം ആസ്വദിക്കാനുള്ളതാണ്, വെറുതെ കളയണ്ട. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് നിന്റെ ലൈഫ് കളയണ്ട, ജീവിതം ഒന്നല്ല അടിച്ചു പിടിക്കുക എന്ന ഒരു മുദ്രാവാക്യം. ഈ മുദ്രാവാക്യവുമായിട്ടൊരു മുസ്ലിമിന് പോകാൻ പറ്റുമോ? നീ ഒരു തവണയല്ല, യു ഓൺലി ലീവ്സ് ടു ടൈം, നീ 2 തവണ ജീവിക്കുന്നു എന്നതാണ് നമ്മുടെ മുദ്രാവാക്യം. മരണത്തോടുകൂടി ലോകം അവസാനിക്കുന്നില്ല, പുതിയൊരു ജീവിതം തുടങ്ങുന്നു എന്നല്ലയോ മുസ്ലിമീങ്ങൾ ചിന്തിക്കേണ്ടത്? നമ്മുടെ ജീവിതം തുടങ്ങുന്നത് മരണത്തോടുകൂടിയാണ്. അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾക്ക് ജീവിതം ബ്യൂട്ടിഫുൾ ആണെന്ന് പറഞ്ഞ് ഹറാമായ ആസ്വാദനങ്ങളിൽ മുഴുകാൻ പറ്റുമോ? പ്രിയപ്പെട്ടവരെ, ആലോചിച്ചു നോക്ക്. നിങ്ങള് ജീവിതം തുടങ്ങുന്നത് ഖബറിലാണ്. മരണത്തിന്റെ ശേഷമാണ് യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത് എന്ന ഒരു മുദ്രാവാക്യവുമായി ജീവിക്കുന്ന ഒരു മുസൽമാൻ, എന്ന ചിന്തയുമായി ജീവിക്കുന്ന ഒരു മുസ്ലിമിന് ജീവിതം അടിച്ചുപൊളിയാണ്, എൻജോയ് ചെയ്യണം, ആസ്വദിക്കണം എന്നൊരു മെന്റാലിറ്റിയിലേക്ക് മാറാൻ കഴിയോ? ഹറാമായ ആസ്വാദനങ്ങളുടെ കൂടെ നിൽക്കാൻ അവർക്ക് കഴിയുമോ? പ്രിയപ്പെട്ടവരെ, ഇല്ല. കാരണം മരിച്ചു കഴിഞ്ഞാൽ ചോദ്യമുണ്ട്, ഖബറുണ്ട്, നരകമുണ്ട്, സിറാത്തുണ്ട്. അന്നൽ ഖബറ ഹഖ്ഖുൻ വഅന്നൽ മീസാന ഹഖ്ഖുൻ വഅന്ന സിറാത്ത ഹഖ്ഖുൻ. സിറാത്ത് പാലം സത്യമാണ്, ഖബർ സത്യമാണ്, മീസാൻ എന്ന തുലാസ് സത്യമാണ്. ഇത് വിശ്വസിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് എല്ലാ ഹറാമുമായി സഹകരിക്കാൻ കഴിയുക? എന്റെ ശരീരം എന്റേതാണ്, മൈ ബോഡി മൈ ചോയ്സ് എന്ന് പറയാൻ കഴിയുക? മൈ പാർട്ണർ, ഞാൻ ആരെ തിരഞ്ഞെടുക്കണം അതെന്റെ ചോയ്സ് ആണെന്ന് പറയാൻ കഴിയുക? സെക്സ് എന്റെ ഇഷ്ടമാണ്, വസ്ത്രം എന്റെ ചോയ്സ് ആണ് എന്ന് പറയാൻ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ കഴിയുക? അവിടെയാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, മാതാപിതാക്കളുടെ നിയന്ത്രണം
നിയന്ത്രണം മക്കളല്ല ഏറ്റെടുക്കേണ്ടത്. മക്കളുടെ നിയന്ത്രണം മാതാപിതാക്കളുടെ കൈകളിലാണ്. ഇവിടെ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദീസ് നോക്കണം നമ്മൾ. മിണ്ടാൻ പേടിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടാവുക. ഒന്ന് പേടിപ്പിച്ചാൽ സൂയിസൈഡ് ചെയ്യുന്നു എന്ന് ഭയം. ഫോൺ എടുത്തു വെക്കാൻ പറഞ്ഞാൽ സൂയിസൈഡ് ചെയ്യുന്ന മക്കള്. ടിവിയുടെ റിമോട്ട് മാറ്റി വെക്കാൻ പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്ന മക്കള്. ഒന്ന് കണ്ണുരുട്ടിയാൽ ഏതെങ്കിലും ഒരു ഫാനിൽ ഒരു കയർ തൂക്കി ജീവിതം അവസാനിപ്പിക്കുന്നവർ, ട്രെയിനിന്റെ മുന്നിലേക്ക് ചാടുന്നവർ, വിഷം കുടിക്കുന്നവർ, എരിവിഷം കഴിക്കുന്നവർ, കിണറ്റിലേക്ക് ചാടുന്നവർ, ഇങ്ങനെ എന്തെങ്കിലും ഒരു പേടിപ്പിക്കുന്ന ഒരു വിഷയം, അനിഷ്ടകരമായ ഒരു കാര്യം പറയുമ്പോ അതിന്റെ പേരിൽ ആത്മഹത്യ പെരുകുന്ന ഈ കാലത്ത് എന്തിനേറെ പ്രിയപ്പെട്ടവരെ, കോപ്പി അടിച്ചതിന്റെ പേരിൽ അധ്യാപകൻ രക്ഷിതാവിനെ സ്കൂളിലേക്ക് വിളിച്ചു കൊണ്ടുവന്നതിന്റെ പേരിൽ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തിട്ട് ദിവസങ്ങളായില്ല, 3 ദിവസം പോലും തികഞ്ഞിട്ടില്ല. എത്രയെത്ര ആത്മഹത്യകളാണ്. ഈ ആത്മഹത്യകളെ കാണുമ്പോൾ മാതാപിതാക്കൾക്ക് ഭയം തോന്നുകയാണ്. എങ്ങനെയാണ് അവരെ പേടിപ്പിക്കുക? കഞ്ചാവ് അടിച്ചോട്ടെ, വ്യഭിചരിച്ച അടിച്ചോട്ടെ, എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, ഇവരുടെ ആത്മഹത്യയെ സഹിക്കാനേക്ക് കഴിയില്ല. യജമാനനെ പ്രസവിക്കേണ്ട ഒരവസ്ഥ, മാതാപിതാക്കളെ പ്രസവിക്കേണ്ട അവസ്ഥ മക്കൾക്കുണ്ടാവുക എന്നാണ് അതിന്റെ അർത്ഥം. സ്വന്തം ശരീരത്തെ ആരാ നിയന്ത്രിക്കുന്നത്? നമ്മൾ ജനിച്ചു കൊണ്ടുവന്ന പ്രസവിച്ച മക്കളാണ് മാതാപിതാക്കളെ നിയന്ത്രിക്കുന്നത്. മക്കൾക്ക് മക്കളെ നിയന്ത്രിക്കാൻ മാതാപിതാക്കൾക്ക് കഴിയാതിരിക്കുക, ഇത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. പ്രിയപ്പെട്ടവരെ, ഇത്തരം ഒരു അടയാളം നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അത് കാര്യങ്ങൾ കീഴ്മേൽ മറയുന്നതിന്റെ അടയാളമാണ്. കാര്യങ്ങൾ ഓപ്പോസിറ്റായി മാറുന്നതിന്റെ അടയാളമാണത്. നോക്കൂ നിങ്ങൾ, ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ അല്ലാഹുവിന്റെ ഹബീബായ നിമിത്തങ്ങളെല്ലാം പറഞ്ഞത് കാര്യങ്ങൾ കീഴ്മേൽ മറിയുക എന്നുള്ളതാണ്. ഈ ലോകത്തിനൊരു ഒഴുക്കുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ ലോകത്തിനൊരു ഫ്ലോ ഉണ്ട്. ആ ഫ്ലോ നഷ്ടപ്പെട്ടാൽ ലോകം തകരും. ഇതുപോലെ ഡീസൽ ഒഴിച്ചു പോകേണ്ട വാഹനത്തിൽ പെട്രോൾ ഒഴിച്ചാൽ വാഹനം തകരുന്നത് പോലെ, പെട്രോൾ ഒഴിച്ചു പോകേണ്ട വാഹനത്തിൽ ഡീസൽ ഒഴിച്ചാൽ ആ വാഹനം തകരുന്നത് പോലെ ഈ ലോകത്തിനൊരു ഒഴുക്കുണ്ട്. പെട്രോൾ ഒഴിക്കേണ്ടടുത്ത് പെട്രോൾ ഒഴിക്കണം, ഡീസൽ ഒഴിക്കേണ്ടടുത്ത് ഡീസൽ ഒഴിക്കണം. ഇതിന് പകരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ആയാൽ ഈ ലോകത്തിന്റെ ഘടന തെറ്റും, ഈ ലോകത്തിന്റെ ഓർഡർ തെറ്റും. അതാണ് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുന്നത്. ചെറിയ ചെറിയ ഓർഡറുകളൊക്കെ തെറ്റിക്കഴിയുമ്പോ അവസാനം വലിയൊരു ഓർഡർ തെറ്റാനുണ്ട്. ആദ്യം ചെറിയ ചെറിയ ഓർഡറുകളാ തെറ്റ. ഏതുപോലെ ഇന്നലെ ഞാൻ ജിദ്ദയിലായിരുന്നു പ്രിയപ്പെട്ടവരെ. ജിദ്ദയിലുണ്ട് വലിയ അമ്പരച്ചുംബിയായ ബിൽഡിംഗ്. ആ ബിൽഡിംഗിന്റെ പേര് തന്നെ 1 മൈൽ ബിൽഡിംഗ് എന്നാണ്. 1 മൈൽ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ, ഒരു മൈൽ എന്ന് പറഞ്ഞാൽ 1.600 കിലോമീറ്റർ ആണ്. 1.5 കിലോമീറ്റർ ആണ് ഒരു മൈൽ എന്ന് പറയുന്നത് ഏകദേശം, അല്ലേ? ഒരു മൈൽ എന്ന് പറയുന്നത് 1,600 1,500 കിലോമീറ്റർ എന്താണ് മീറ്ററാണ്, അഥവാ 1.5 കിലോമീറ്റർ. അപ്പൊ അങ്ങനെ ഒരു അത്ര നീളമുള്ള ഒരു ബിൽഡിംഗ്, 1 മൈൽ ബിൽഡിംഗ് എന്ന അതിന്റെ പേര്. എന്ന് വെച്ചാല് ദുബായ് ഒരു GCC മുസ്ലിം രാജ്യമാണ്. ആ മുസ്ലിം രാജ്യത്തുള്ള ബുർജ് ഖലീഫയെക്കാളും നീളമുള്ള ഒരു ബിൽഡിംഗ് ജിദ്ദയിൽ വരാണ്. ഏകദേശം 70% ഇതിന്റെ പണി പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇതിന് വെല്ലുന്ന മറ്റൊരു ബിൽഡിംഗ് സൗദിയിൽ തന്നെ റിയാദിൽ വരാൻ പോവാം. അപ്പൊ ഇതൊക്കെ നമ്മുടെ മനസ്സിൽ കണ്ടിട്ട്, ഇതേ സമയം നമ്മളെക്കാരൊക്കെ ഏറെ വികസിച്ച ഡെവലപ്ഡ് കൺട്രീസ് എന്ന് പറയുന്ന അമേരിക്ക അടക്കമുള്ള രാജ്യത്ത് ഇതുപോലെ അമ്പരചുംബിയായ ഇതിനെക്കാളും വലിയ ബിൽഡിങ്ങുകളില്ല. അവിടെയാണ് നബി തങ്ങളുടെ ഹദീസിന്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചെരുപ്പ് ധരിക്കാൻ ചെരുപ്പില്ലാത്തവർ. തബൂക്ക് യുദ്ധത്തിന് പോയ രംഗം നമ്മൾക്കറിയാം. അല്ലാഹുവിന്റെ ഹബീബും സ്വഹാബാക്കളും തബൂക്ക് യുദ്ധത്തിന് പോയത് പ്രിയപ്പെട്ടവരെ ശക്തമായ ചൂടുള്ള സമയത്താണ്. സാമ്പത്തികമായ ക്രൈസിസ് ഉള്ള കാലമാണത്, വലിയ ക്ഷാമമുള്ള കാലമാണത്. ആ സമയത്ത് യുദ്ധത്തിന് പോകുമ്പോൾ കാലിൽ ചെരുപ്പ് പോലുമില്ലാതെ ചുട്ടുകൊള്ളുന്ന മണലാരുണ്യത്തിലൂടെ നടന്ന് അവരുടെ കാല് പൊട്ടി രക്തമൊഴുകാൻ തുടങ്ങി. ചുണ്ട് പൊട്ടി, അവരുടെ നഖം പൊട്ടി, നഖം ഇളകി വീഴുമോ എന്ന ഭയം കാരണം അസഹനീയമായ വേദന കൊണ്ട് ധരിച്ച വസ്ത്രം, വേറൊരു വസ്ത്രം അവരുടെ കയ്യിലില്ല. ധരിച്ച വസ്ത്രം അതിൽ നിന്നൊരു കഷ്ണം കീറി അവരുടെ മുറിഞ്ഞുപോയി തെറിച്ചു പോകാൻ സാധ്യതയുള്ള നഖം അവർ കെട്ടിവച്ചു. എന്തിന്? നഖം ഇളകിപ്പോകുമോ എന്ന ഭയം കാരണത്താൽ അവർ ധരിച്ച വസ്ത്രത്തിന്റെ ഒരു ഭാഗം കീറി
റസൂല് അവർ അവരുടെ നഖത്തെ കെട്ടിവെച്ചു, നഖം ഇളകിപ്പോവാതിരിക്കാൻ. അതുകൊണ്ടാണ് ആ യുദ്ധത്തിന് എന്ന പേര് വന്നത്, കഷ്ണം വെച്ച് കെട്ടിയ യുദ്ധം എന്ന പേര് വന്നത്. അപ്പൊ ഈ ഹദീസിലേക്ക് തിരിച്ചു വരണം. പ്രിയപ്പെട്ടവരെ, കാലിൽ ചെരുപ്പ് ധരിക്കാൻ ചെരുപ്പില്ലാത്ത നഗ്നരായവർ, കാറ്റ് വന്നാൽ ഔറത്ത് വെളിവായിരുന്നവർ, വിവിധങ്ങളുടെ ജമാഅത്ത് കഴിഞ്ഞ് ക്ലാസ് നയിക്കാതെ ഭാര്യയ്ക്ക് വസ്ത്രം വേണമെന്ന് പറഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നവർ, എന്തിനേറെ യുദ്ധത്തിൽ ഷഹീദായാൽ കഫൻ ചെയ്യാൻ കഫൻ തുണിയില്ലാതെ പുല്ലുകൾ വെച്ച് കഫൻ ചെയ്തിരുന്നവർ, അഥവാ ധരിക്കാൻ വസ്ത്രമില്ല, ഔറത്ത് മറക്കാൻ വസ്ത്രമില്ല, കാറ്റ് വന്നാൽ വരെ ഔറത്ത് വെളിവാകുന്ന ഒരു സാഹചര്യം. ഇങ്ങനെയുള്ള എന്തിനേറെ അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞില്ലയോ നബിയെ, എനിക്ക് അപസ്മാരമുണ്ട്, നിങ്ങൾ ദുആ ചെയ്യണമെന്ന്. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുന്നത്, ക്ഷമിച്ചാൽ അല്ലാഹു നിങ്ങൾക്ക് സ്വർഗ്ഗം തരും, ക്ഷമിച്ചൂടെ? അപ്പൊ ആ പെണ്ണ് പറയുന്നതിന് മറുപടിയുണ്ട്, നബിയെ ഞാൻ ക്ഷമിക്കാം, പക്ഷേ എനിക്കൊരു ഡിമാൻഡ് ഉണ്ട്. എന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത്, അപസ്മാരം വന്നാൽ എന്റെ ഔറത്ത് വെളിവാകാറുണ്ട്. ഔറത്ത് വെളിവാകുമെന്ന് പറയുമ്പോ അതിന് മാത്രമുള്ള വസ്ത്രമേ അവർക്കുള്ളൂ, അതുകൊണ്ടാണ് അവർ ഔറത്ത് വെളിവാകുമെന്ന് പറയുന്നത്. അവൻ നബി തങ്ങൾ പറഞ്ഞു, അപസ്മാരമുള്ള സമയത്ത് നിങ്ങളുടെ ഔറത്ത് വെളിവാകാതിരിക്കാൻ ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യാം. അങ്ങനെ ആ പെണ്ണിന് സന്തോഷായി. പിന്നെ അപസ്മാരം ഉണ്ടായിട്ടുണ്ട്, ഔറത്ത് വെളിവായില്ല. ചുരുക്കി പറഞ്ഞാൽ ഔറത്ത് മറക്കാനുള്ള വസ്ത്രം അവരുടെ കയ്യിലില്ല, കഫം മുട ചെയ്യാനുള്ള വസ്ത്രം അവരുടെ കയ്യിലില്ല, ചെരുപ്പായി ധരിക്കാൻ അവരുടെ കയ്യിൽ ചെരുപ്പില്ല. ദരിദ്രരാണവർ, ആട്ടിന് മേച്ച് നടന്നവരാണ്, ആട്ടിന് മേച്ച് നടന്നവരാണവർ. ഈ ജനങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ ബിൽഡിങ്ങുകൾ എടുക്കുന്നതിൽ മത്സരിക്കുന്ന ഒരു കാലം വരുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. അമ്പരച്ചുംബിയായ വലിയ വലിയ കെട്ടിടങ്ങൾ, നീളമുള്ള ബിൽഡിങ്ങുകൾ എടുക്കുന്നതിൽ മത്സരിക്കുമെന്നാ പറഞ്ഞത്. തത്വാവല എന്ന് പറഞ്ഞാൽ പരസ്പരം മത്സരിക്കുക എന്നാണ്. ദുബായിയോട് മത്സരമാണ് സൗദി ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടും മുസ്ലിം രാജ്യങ്ങളാണ്. രണ്ടും ചെരുപ്പിടാതെ നടന്നവർ, വസ്ത്രമില്ലാതെ വിവസ്ത്രരായവർ, ആട്ടിടയന്മാർ. ഷെയ്ഖ് സായിദിന്റെ ചരിത്രം വായിച്ചു നോക്കണം. ആട്ടിടയന്മാർ അഥവാ ലോകം കീഴ്മേൽ മറിയാ. ഒരു കാലഘട്ടത്തിൽ ദരിദ്രരായവർ മറ്റു കുറച്ചു കാലം കഴിയുമ്പോൾ സമ്പന്നരാവാ. അപ്പൊ ജിദ്ദയിലുള്ള ആളുകളോട് ഞാൻ ചോദിച്ചു, അതെന്തേ യൂറോപ്പുകാർ ഇതുപോലെ ബിൽഡിങ്ങുകൾ എടുക്കാത്തത്? യൂറോപ്പ്, അമേരിക്കയെ പോലെയുള്ള സമ്പന്നരായ രാജ്യങ്ങൾ, ചൈന പോലെയുള്ള രാജ്യങ്ങൾ എന്തേ ഇതിനെ പോലെയുള്ള വലിയ ബിൽഡിങ്ങുകൾ, നീളമുള്ള ബിൽഡിങ്ങുകൾ എടുക്കാത്ത? അവര് പറഞ്ഞൊരു മറുപടി ഉണ്ട്, അവരുടെ ഒന്നും കയ്യിൽ ഫണ്ടില്ല. ഫണ്ടുള്ളത് സൗദിന്റെ കയ്യിലാണ്. അവരുടെ കയ്യിൽ ഫണ്ടില്ല. ഫണ്ടുള്ളത് മുസ്ലിം രാജ്യങ്ങൾ. ഏത് മുസ്ലിം രാജ്യങ്ങൾ? ചെരുപ്പ് ധരിക്കാൻ കഴിയാത്ത മുസ്ലിം രാജ്യങ്ങൾ. അതൊന്നും തെറ്റെന്നല്ല ഞാൻ പറയുന്നത്. ഇതൊക്കെ ചെയ്ത അതൊക്കെ ദുനിയാവിന്റെ ലോകത്തിന്റെ ഭാഗമാണ്. ഇതൊന്നും ഹറാമായ അടയാളങ്ങളൊന്നുമല്ല. ബിൽഡിംഗ് എത്ര ഐറ്റിൽ ആർക്കും കൊടുക്കും. പക്ഷെ ഇതൊക്കെ ഉണ്ടാവും. അഥവാ പണക്കാരായ ആളുകൾ ദരിദ്രരാകും, ദരിദ്രരായ ആളുകൾ പണക്കാരാകും. മാതാപിതാക്കളെ മക്കൾ ഭരിക്കും. മക്കളെയാണ് മാതാപിതാക്കൾ ഭരിച്ചിരുന്നത്. അത് ലോകമൊത്തം കീഴ്മേൽ പറയാം. എല്ലാ വിഷയങ്ങളും കീഴ്മേൽ പറയും. ആണ് നാണുണ്ടാവും, പെണ്ണിന് നാണുണ്ടാവില്ല. അത് അവസാന കാലത്ത് മറ്റൊരിടയാളാണ്. സഹോദരിമാരിൽ നിന്ന് അല്ലാഹു തആല നാണം എടുത്തു കളയും. ലജ്ജ എന്നുള്ളത് അല്ലാഹു ഉയർത്തി കളയും. ആണിന് നാണമുണ്ട്, ആണിന് നാണുണ്ട്, മര്യാദയുണ്ട്. പെണ്ണിന് നാണുണ്ടാവില്ല. ആണുങ്ങളെ പെണ്ണുങ്ങളെ വസ്ത്രം നോക്കിയാൽ തന്നെ മതി. ഒരാണ് ഒരു ഒഫീഷ്യൽ ഡ്രസ് അങ്ങനെ ഉണ്ടാവും, ഷൂ ഉണ്ടാകും, പാന്റ് ഉണ്ടാകും, ഷർട്ട് ഉണ്ടാകും, ഇൻസൈഡ് ചെയ്യും, ഇനി കൂളിംഗ് ഗ്ലാസും വെക്കും. എന്നിട്ട് ഫുൾ സ്ലീവ് ഡ്രസ് ഇട്ടിട്ട് അവന് വന്നാല് അവൻ ആകെ എന്താ കാണാം? മുൻകൈയും മുഖത്തിന്റെ കുറച്ച് ഭാഗം ആണിന്റെ കാണും. എന്നാൽ ഒരു പെണ്ണൊരു ഫംഗ്ഷൻ എങ്ങനെ വരാറ്? എങ്ങനെ ഒരു സ്കേർട്ട് ഇടും, അഥവാ അവരുടെ കൈ തൊടയുടെ പകുതി ഭാഗം അതിനെ താഴെ മുഴുവനായിട്ട് കാണും. ശരീരത്തിന്റെ ഇത്ര ഭാഗം മുഴുവനും കാണും. കൈ മുഴുവനും ഓപ്പണം, ഇവിടെ ഓപ്പണം, ശരി, കാലിന്റെ പകുതി ഭാഗം ഓപ്പണം. ഇങ്ങനെ ഒരു പെണ്ണ് ഫംഗ്ഷന് വരാം. ഒരു ഒഫീഷ്യൽ സൽക്കാരത്തിന് പോലും നമ്മുടെ ഈ നാട്ടിലുള്ള കൾച്ചറല്ല ഞാൻ പറയുന്നത്. പൊതുവെ ഒരു പെണ്ണെങ്ങനെ പരിപാടിക്ക് വരാം, ഒരു ആണെങ്ങനെ പരിപാടിക്ക് വരാം. എന്നാൽ അല്ലാഹു പരിശുദ്ധ ഇസ്ലാം ആണുങ്ങളോട് പറഞ്ഞു നിങ്ങൾ മുട്ടുപൊക്കൾ മറിച്ചാൽ തന്നെ മതി, പെണ്ണുങ്ങളോട് പറഞ്ഞു നിങ്ങൾ മുഴുവൻ മറക്കണം. നേരെ ഓപ്പോസിറ്റ് ആവുക. കാര്യങ്ങൾ നേരെ കീഴ്മേൽ മറിയുക. അല്ലാഹു ലജ്ജയെ ഉയർത്തിക്കളയും. സ്ത്രീകളിൽ നിന്ന് അല്ലാഹു നാണം ഉയർത്തിക്കളയും. ഇത്തരം സാഹചര്യങ്ങൾ, ആ നാണം ഉയർത്തിയതിന്റെ ഭാഗമായിട്ടാണ് മീറ്റു എന്ന് പറയുന്ന ആരോപണങ്ങൾ സിനിമാ മേഖലയിൽ ഉണ്ടായത്. മീറ്റു എന്ന് പറയുന്ന ആരോപണങ്ങൾ ഉണ്ടായത്
ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ കർണാടകയിലുള്ള നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. സിനിമാ മേഖലയിൽ കേരളത്തില് വലിയ വലിയ അത്ഭുത വലിയ എന്തുണ്ടായി, ഒച്ചപ്പാടുണ്ടായിട്ടുണ്ട്. എന്നെയും 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 എന്ന് പറഞ്ഞ് ഓരോ ആളുകൾ പീഡിപ്പിക്കപ്പെട്ട കഥകൾ പച്ചയായി ചാനൽ വന്ന് തുറന്നു പറയാം. അതൊക്കെ തുറന്നു പറയുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹു നാണം ഉയർത്തിക്കളഞ്ഞത് കൊണ്ടാണ്. നാണമുള്ളവർക്ക് ഇത്തരം തിന്മകൾ പരസ്യമാക്കാൻ കഴിയില്ല. പലരും അങ്ങനെയാണല്ലോ. തെറ്റുകളിൽ പീഡിപ്പിക്കപ്പെട്ടവരാണെങ്കിൽ ഓൺ ദി സ്പോട്ട് അവർ പരാതി പറയും. ഒരു പെണ്ണ് പീഡിപ്പിക്കപ്പെട്ടാൽ ഓൺ ദി സ്പോട്ട് അവർ പരാതി പറയും. എന്നാൽ ഒരു പെണ്ണ് പീഡിപ്പിക്കപ്പെട്ടത് 10 വർഷം കഴിഞ്ഞിട്ടാണ് പറയുന്നതെങ്കിലോ അതിന്റെ അർത്ഥം എന്താ? അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം അവരുദ്ദേശിക്കുന്ന രീതിയിൽ വഴങ്ങിയില്ല, അപ്പൊ കല്യാണം കഴിക്കുന്ന തയ്യാറല്ല. കല്യാണം കഴിക്കും എന്നുള്ള ഒരു പ്രലോഭനം നൽകിയിട്ടാണ് ശാരീരികമായി ഇണചേരുന്നത്. എന്നിട്ട് അവർ വർഷങ്ങളോളം ലിവിങ് ടുഗദറായി ഒന്നിച്ച് ജീവിക്കാം. എന്നിട്ട് ഈ ചെറുപ്പക്കാരൻ വേറെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി, ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായി, ഈ പെണ്ണിനെ മറന്നു, വേറൊരു പെണ്ണിന്റെ കൂടെ പോയി തേച്ചു പോകുമ്പോൾ അവള് നീറ്റു ആരോപണം എന്നെ പീഡിപ്പിച്ചു എന്ന് ആരോപണം ഉന്നയിക്കാം. 3 വർഷമൊക്കെ കൂടെ ജീവിച്ച ഒരാൾ എങ്ങനെ ആരോപണം ഉന്നയിക്കാം? പീഡിപ്പിക്കുകയാണെങ്കിൽ ഓൺ ദി സ്പോട്ട് ആരോപണം ഉന്നയിക്കണ്ടേ? വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ആരോപണം ഉന്നയിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ലോകാവസാനം അടുത്തു വരുമ്പോ സ്ത്രീകളിൽ നിന്നുള്ള നാണം ഉയർത്തിക്കളയും. ക്യാമ്പസുകളിൽ നടക്കുന്ന അനാചാരങ്ങളെ ചോദ്യം ചെയ്യാൻ പോലീസുകാർ പോയാൽ പോലീസുകാരോട് സംസാരിക്കുന്നത് പെൺകുട്ടികളാണ്, ആൺകുട്ടികളല്ല. 2 കപ്പിളുകളായി ജോഡികളായി ബീച്ചുകളിലും ടൗണുകളിലും രാത്രി സമയങ്ങളിൽ ഉറങ്ങാതെ 3 മണിക്കും 2 മണിക്കൊക്കെ ഹോസ്റ്റലുകളിൽ നിന്ന് ഇറങ്ങി വന്ന് ജ്യൂസ് കുടിക്കാനും ചായ കുടിക്കാനും ബീച്ചിലിരുന്ന് കഥ പറയാനും സർ പറയാനും കോളേജിൽ പഠിക്കുന്ന കപ്പിളുകളായ ആളുകൾ വരുമ്പോ എന്തേ പോയി ഉറങ്ങിക്കൂടെ എന്നൊരു നിയമപാലകൻ ഒരു പോലീസുകാരൻ ചോദിച്ചാൽ പെണ്ണാണ് കത്തിക്കാറി സംസാരിക്കുന്നത്. എന്റെ ചോയ്സാണിത്, എന്റെ ഇഷ്ടമാണിത്, എനിക്ക് 18 വയസ്സായി, നിങ്ങളാരാ ചോദിക്കാൻ? പിന്നെ പോലീസിനോട് വോയിസ് ഇല്ല. ഒരു 18-കാരിയായ ഒരു പെണ്ണ് പറയാണ് മൈ ചോയ്സ്, എന്റെ ഇഷ്ടം, നിങ്ങൾക്ക് എന്താ പ്രശ്നം? എനിക്ക് 18 വയസ്സ് കഴിഞ്ഞു. പിന്നെ പോലീസുകാർ മിണ്ടൂല, കാരണം അവർക്ക് ഇടപെടാൻ കഴിയില്ല. അതുപോലെ ലോകാവസാനം നമ്മളിലേക്ക് അടുക്കുമ്പോൾ ഇതുപോലെ അല്ലാഹു ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഓപ്പോസിറ്റ് നടക്കുമ്പോഴാണ് ലോകത്തിന്റെ ഘടന തെറ്റുന്നത്. വേറൊരു കാര്യം നോക്കൂ നിങ്ങളെ, അല്ലാഹു തആല രാത്രി സമയത്താണ് നമ്മളോട് ഉറങ്ങാൻ പറഞ്ഞത്. രാവിലെ ആയാൽ ജോലി അന്വേഷിച്ചു പോകണം. ജോലി അന്വേഷിക്കാനുള്ള സമയമാണ് രാവിലെ എന്ന് പറയുന്നത്, പ്രഭാതം എന്ന് പറയുന്നത്. ജീവിക്കണം, കുടുംബത്തെ നോക്കണം, മക്കളെ നോക്കണം, വീട് കെട്ടണം, ഹോസ്പിറ്റലിൽ ചെലവുണ്ട്, മക്കളെ പഠിപ്പിക്കണം. പകൽ സമയങ്ങളിൽ നിങ്ങൾ ജോലിക്ക് പോകണം. എന്നാൽ ആ ജോലിയുടെ ക്ഷീണം മാറ്റാൻ രാത്രി സമയത്താണ് നിങ്ങൾ ഉറങ്ങേണ്ടത്. രാത്രിയെ നിങ്ങൾക്കൊരു പുതപ്പായി മാറ്റി, രാത്രിയെ നിങ്ങൾക്കൊരു വസ്ത്രമാക്കി വിശ്രമിക്കാനുള്ള ഒരു സമയമാക്കി. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, 12 മണിയും 1 മണിയൊക്കെ ആവാതെ ആരാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഉറങ്ങാനുള്ളത്? പെണ്ണായാലും ആണായാലും രാവിലെ ജോലിക്ക് പോകേണ്ടവർ, രാവിലെ പഠിക്കാൻ കോളേജിൽ പോകേണ്ടവർ എല്ലാവരും ഉറങ്ങണമെങ്കിൽ 1 മണി കഴിയണം. എന്താണ് അവരുടെ പണി? ഒരു പണിയില്ല, റീലുകൾ ഇങ്ങനെ നോക്കിയിരിക്കുക. ഇതേ റീലുകൾ നാളെ സുബഹി കഴിഞ്ഞാൽ ഈ റീലുകളൊക്കെ ഡിലീറ്റ് ചെയ്യപ്പെടുമോ? ഇല്ല. നാളെ നോക്കിയാലുമുണ്ട്, മറ്റന്നാൾ നോക്കിയാലുണ്ട്. നാളെ രാവിലെ സുഖമായിരുന്നു കാണാൻ പറ്റുന്ന റീലുകൾ വെറുതെ അനാവശ്യമായി ഉറക്കുവെച്ചുകൊണ്ട് അവരുടെ കണ്ണിന്റെ ആരോഗ്യം നഷ്ടപ്പെടുന്നുണ്ട്. രാത്രി ഉറങ്ങേണ്ടവർ പകൽ സമയത്ത് അതിന്റെ പകരം എത്ര ഉറങ്ങാൻ ശ്രമിച്ചാലും അത് പകരമാവൂല. പ്രിയപ്പെട്ടവരെ, രാത്രിയുടെ ഉറക്കാണ് ആരോഗ്യത്തിന് നല്ലത്. ആ ഉറക്കൊഴിവാക്കി 1 മണി വരെ 2 മണി വരെ മൊബൈൽ ഫോൺ നോക്കി കിടന്നുറങ്ങി. എന്നാൽ രാവിലെ 11 മണി വരെ കിടന്നുറങ്ങിയത് കൊണ്ട് നിങ്ങളുടെ ഉറക്കിന് പകരമാവൂല. ശരീരം ഡിസോർഡറായി പ്രവർത്തിക്കാൻ തുടങ്ങി. അഥവാ ഡീസൽ വാഹനത്തിൽ പെട്രോൾ ഒഴിക്കുന്നത് പോലെയായി. ഒരു ഡീസൽ വാഹനത്തിൽ പെട്രോൾ ഒഴിച്ചാൽ ആ ഡീസൽ വാഹനം എത്ര കാലം ഓടും? അതുപോലെയാണ് രാത്രി ഉറങ്ങാതെ രാവിലെ ഉറങ്ങുന്ന ആളുകൾക്ക് സംഭവിക്കാൻ പോകുന്നത്. അതേപോലെ അവസാനം അല്ലാഹുവിന്റെ ഹബീബ് നാളെ ലോകാവസാനം സംഭവിക്കുകയാണ്. ഇന്ന് ലോകാവസാനം സംഭവിക്കുകയാണ്. അവസാനത്തെ അടയാളമായി അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, പടിഞ്ഞാറ് നിന്ന് സൂര്യൻ
ഉദിക്കുക. എവിടെ നിന്നാണ് സൂര്യൻ ഉദിക്കേണ്ടത്? കിഴക്കിൽ നിന്നാണ് സൂര്യൻ ഉദിക്കേണ്ടത്, പടിഞ്ഞാറാണ് സൂര്യൻ അസ്തമിക്കേണ്ടത്. എന്നാൽ നേരെ ഓപ്പോസിറ്റ് സംഭവിക്കുകയാണ്. പടിഞ്ഞാറ് അസ്തമിക്കേണ്ട സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിച്ചാൽ അത് ലോകത്തെ ഏറ്റവും വലിയൊരു ഓപ്പോസിറ്റ് ആണ്. കിഴക്ക് നിന്ന് ഉദിക്കേണ്ടത് പടിഞ്ഞാറ് നിന്ന് ഉദിച്ചു. അതോടുകൂടി ഭൂമി ഭൂമിയല്ലാതെയായി മാറി. ലോകം അവസാനിച്ചു. അത് അവസാനത്തെ അടയാളമാണ് പ്രിയപ്പെട്ടവരെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ലോകാവസാനങ്ങളിൽ എണ്ണിപ്പറഞ്ഞ ഓരോ കാര്യങ്ങളും ലോകത്തിന്റെ ഘടനയ്ക്കെതിരാണ്, ഓർഡറിനെതിരാണ്, ലോകത്തിന്റെ ഫ്ലോക്കെതിരാണ്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ, അല്ലാഹു പറഞ്ഞതുപോലെ ജീവിക്കാൻ തയ്യാറായാൽ ലോകാവസാനത്തിന്റെ തീയതി അല്ലാഹു നീട്ടിക്കൊണ്ടേയിരിക്കും പ്രിയപ്പെട്ടവരെ. അതല്ലാതെ അധാർമികമായ പ്രവർത്തനങ്ങളിലൂടെ ജീവിക്കാൻ തുടങ്ങിയാൽ താമസിയാതെ ലോകാവസാനം നമ്മളിലേക്ക് കടന്നു വരും. ലോകാവസാനം നമ്മളിലേക്ക് എടുത്തിട്ടുണ്ട് എന്ന് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ 1400 വർഷം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അത് 1400 വർഷം കഴിഞ്ഞു. ഇനി ഒരുപക്ഷെ വീണ്ടും 1400ലേക്ക് പോയേക്കാം. ഒരുപക്ഷെ അത് 200 വർഷം കൊണ്ട് തീർന്നേക്കാം. ഒന്നും നമ്മൾക്ക് പ്രവചിക്കാൻ കഴിയില്ല. നമ്മുടെ ജീവിതം പോലെ അതുണ്ടാവുക. ലോകാവസാനം സംഭവിക്കുന്നത് എപ്പോഴാണ്? കാര്യങ്ങൾ കീഴ്മേൽ മറിയുമ്പോഴാണ്. ഇനി നമ്മുടെ ശരീരത്തിന്റെ രോഗങ്ങൾ ഉണ്ടാവുന്നത്, നമ്മൾ രോഗിയായി മാറുന്നത്, ഈ ശരീരത്തിനൊരു ഘടനയുണ്ട്. ആ ഘടനയ്ക്കെതിരെ നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ്. ഈ ശരീരത്തിനൊരു ഫ്ലോ ഉണ്ട്. ആ ഫ്ലോക്കെതിരെ നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ്. അതാണ് ഞാൻ ഓതിയത്, നമ്മൾ ചെയ്യുന്ന അതിക്രമം കാരണത്താലാണ് അല്ലാഹു നമ്മൾക്ക് അസുഖങ്ങൾ തരുന്നത്. ഞാൻ ആരെയും ആക്രമിക്കാൻ പോയിട്ടില്ല, അവരവരുടെ ശരീരത്തോട് അതിക്രമം കാണിച്ചതാണ് എന്നാണ് അല്ലാഹു ഖുർആനിൽ പറയുന്നത്. എന്താണ് നമ്മൾ നമ്മുടെ ശരീരത്തോട് കാണിച്ച അക്രമം? എന്താ ആലോചിച്ചോക്ക്. ഒരു മനുഷ്യന്റെ ആമാശയത്തിന്റെ വലിപ്പം എന്താ? ഒരു മനുഷ്യന്റെ കുടൽമാല വയറിന്റെ സൈസ് എന്താ? ഒരു മനുഷ്യന്റെ ആമാശയത്തിന്റെ വലിപ്പം എന്ന് പറയുന്നത് 1.2 ലിറ്റർ ആണ്. ആവറേജ് മനുഷ്യന്റെ വയറിന്റെ വലിപ്പം 1.2 ലിറ്റർ ആണ്. ഡോക്ടറുണ്ടെന്ന് അന്വേഷിക്കോളൂ. സയൻസും ബയോളജിയൊക്കെ പഠിക്കുന്ന ആളുകളുണ്ട് അവിടെ. നീറ്റിന് പോലും റിസ്ക് എടുത്തുകൊണ്ട് ഉറക്കില്ലാതെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട്. ഒരു ആവറേജ് മനുഷ്യന്റെ ആമാശയത്തിന്റെ വലിപ്പം എന്ന് പറയുന്നത് 1.2 ലിറ്റർ ആണ്. അത് ചെറിയ മക്കൾക്ക് അത്ര ഉണ്ടാവില്ല. അഥവാ 5, 6, 7 വയസ്സുള്ള കുട്ടികൾക്കൊന്നും 1.2 ലിറ്റർ ആമാശയം ഉണ്ടാവില്ല. ഒരു 15 വയസ്സ് കഴിഞ്ഞ് ഒരു 40, 50, 60 വയസ്സിലുള്ള ആളുകൾക്കൊക്കെ 1.2 ലിറ്റർ ആണ് അവരുടെ ആമാശയത്തിന്റെ വലിപ്പം. ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും, സയൻസ് അല്ല. അപ്പൊ ഈ ആമാശയത്തെ 3 ഭാഗമാക്കി തിരിക്കണം എന്ന് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞില്ലേ, ചെറുപ്പക്കാരെന്നല്ല, ശരീരത്തിന് നല്ല ആകൃത ഉണ്ടാവണം, നല്ല ഫിറ്റ്നസ് ഉണ്ടാവണം, നമ്മുടെ ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ അനിയന്ത്രിതമായി ഭക്ഷണം കഴിക്കുമ്പോൾ, ഡിസോർഡറായ രീതിയിൽ അർത്ഥമില്ലാതെ ജീവിക്കുമ്പോൾ ഒരുപാട് രോഗികളായി നമ്മൾ മാറും. ആ രോഗത്തെ നമ്മൾ തന്നെ അല്ലാഹുവിനോട് സമാധാനം പറയേണ്ടി വരും. നബി തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യന് നട്ടെല്ല് നിവർന്നു നിൽക്കാൻ 1, 2, 3 ഉരുളകൾ മതി. ഒരു മനുഷ്യന് നട്ടെല്ല് നിവർന്നു നിൽക്കാൻ 3 ഉരുളകൾ മതി. അപ്പൊ നട്ടെല്ല് നിവർന്നു നിൽക്കുക എന്ന് പറഞ്ഞാല് എപ്പോഴാണ് നട്ടെല്ല് വളയാ? നട്ടെല്ല് വളയുന്നത് എപ്പോഴാ? നോക്കൂ നിങ്ങൾ, ഖൈബർ യുദ്ധം നടക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് മഹാന്മാരായ സ്വഹാബാക്കൾ വരുന്നുണ്ട്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, വല്ലാത്ത വിശപ്പാട് നബിയേ, വല്ലാത്ത വിശപ്പാട്. ഖന്തഖ് യുദ്ധം നടക്കുന്ന സമയമാണത്. അവർ കിടന്നു കുഴിക്കുന്ന സമയമാണ്. ആ സമയത്ത് സഹാബാക്കൾ വന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ അവരുടെ കുപ്പായം അവർ അഴിച്ചു കൊടുക്കാണ്, അവരുടെ വസ്ത്രം അഴിച്ചു കൊടുക്കാണ്. നബിയെ, ഞങ്ങളുടെ വയറ് നോക്കണം നബിയെ. ഒട്ടി വയറൊക്കെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. എന്നിട്ട് അവരുടെ നട്ടെല്ല് ബെൻഡ് വരുമോ വളയുമോ എന്ന് പേടിച്ച് അവര് ബെൻഡ് വരാതിരിക്കാൻ വേണ്ടി കല്ല് വെച്ച് കെട്ടിയിരിക്കുകയാണ്.
നമ്മൾ മദ്രസയിലൊക്കെ പഠിച്ചാണ് ഖന്തഖ് യുദ്ധത്തിൽ സഹാബാക്കൾ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയത്. അത് എന്തിനാണ് നമ്മൾ ചിന്തിച്ചിട്ടില്ല. വിശന്നു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ നട്ടെല്ല് വളയും. വേണമെങ്കിൽ നോക്കോ, ചിലപ്പോ ഭക്ഷണം കിട്ടാതെ അലഞ്ഞു തിരിയുന്ന ചില യാചകന്മാരൊക്കെ ഫ്രണ്ടിലേക്ക് ഒരു ബെഞ്ച് ഉണ്ടാകും, വളഞ്ഞിട്ടുണ്ടാകും. നട്ടലിങ്ങനെ ഫ്രണ്ടിലേക്ക് ബെൻഡ് വരും. ആ ബെൻഡ് വരാതിരിക്കാനാണ് വിശന്ന വശരായ മഹാന്മാരായ സഹാബാക്കൾ അവരുടെ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയത്. നമ്മളൊക്കെ അങ്ങനെയല്ലേ ചെയ്യാം. എന്തെങ്കിലും ഒരു സാധനം ഇരുമ്പ് ബെൻഡായാലും നമ്മളെന്താ ചെയ്യുക, അതിന്റെ നമ്മൾ കട്ടി വെക്കും. ആ ബെൻഡ് നിവരാൻ വേണ്ടിയിട്ട് നല്ല വെയിറ്റുള്ള നല്ല തൂക്കമുള്ള കല്ലുകളോ കട്ടിയോ നമ്മൾ വെക്കും. അതേപോലെ ബെൻഡ് ആവാതിരിക്കാൻ വേണ്ടി അവർ പിടിച്ചു നിർത്താൻ കല്ല് വെച്ചിട്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ കുപ്പായം അല്ലാഹുവിന്റെ ഹബീബ് തങ്ങളെ അഴിച്ചു കൊടുത്തു. അപ്പോഴാണ് മഹാന്മാരായ സഹാബാക്കൾ കണ്ടത് ഒരു കല്ലാണ് സഹാബാക്കൾ വെച്ചതെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ 3 കല്ലുകൾ വെച്ചിട്ടുണ്ട്. അഥവാ അവരെക്കാളും ആരോഗ്യം കൂടുതലാണല്ലോ നബി തങ്ങൾക്ക്. 3 കല്ലുകൾ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ വയറ്റത്ത് വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിൽ നമ്മൾക്ക് അത്ഭുതമില്ല. നബി തങ്ങൾ കല്ല് വെച്ച് കെട്ടിയതിൽ നമ്മൾക്ക് അത്ഭുതമില്ല. കാരണം അല്ലാഹുവിന്റെ ഹബീബിന്റെ വീട്ടിൽ റഅയ്തുൽ ഹിലാല സുമ്മൽ ഹിലാല സുമ്മൽ ഹിലാല 1-2 മാസം അടുപ്പത്ത് തീ പുകഞ്ഞിട്ടില്ല. വേവിച്ച ഒരു ഭക്ഷണം അവർ കഴിച്ചിട്ടില്ല. മാംസമായാലും അരിയായാലും ധാന്യങ്ങളായാലും വേവിച്ച ഭക്ഷണം അവരാരും കഴിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, 2 മാസക്കാലം പിന്നെ അവരെന്താ കഴിച്ചത്? ഈത്തപ്പഴമാണ്. ഈത്തപ്പഴവും വെള്ളവും അല്ലാതെ വേറെ ഒന്നുപോലും അവരുടെ വീട്ടിലുണ്ടായിരുന്നില്ല. അങ്ങനെ 2 മാസക്കാലം അല്ലാഹുവിന്റെ ഹബീബ് ജീവിച്ചിട്ടുണ്ട്. ആ ഹബീബായ നബി തങ്ങൾ 3 കല്ല് വെച്ച് കാണിച്ചു കൊടുത്തു സഹാബാക്കൾക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഭക്ഷണം തീരെ കഴിക്കാൻ ഒരാൾക്ക് ലഭിച്ചില്ലെങ്കിൽ സ്വാഭാവികമായി അവന് ഫ്രണ്ടിലേക്ക് ഒരു ബെൻഡ് വരാനുള്ള സാധ്യതയുണ്ട്. അവന് പുറത്തൊരു കൂനയുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, അവൻ നട്ടെല്ല് നിവർന്നു നിൽക്കാൻ 1, 2, 3 ഉരുളകൾ മതി. ഇതാണ് ഒരു മനുഷ്യൻ കഴിക്കേണ്ടത്. നമ്മൾ കഴിക്കേണ്ടത് 1, 2, 3 ഉരുള ഭക്ഷണം കഴിക്കുക. ഇത് മതി ഒരു മനുഷ്യന് ജീവിക്കാൻ. എന്നിട്ട് നബി തങ്ങൾ പറയാണ്, ഈ 3 ഉരുള കൊണ്ട് ഒരാൾക്ക് മതിയാകുന്നില്ലെങ്കിൽ, ഈ 3 ഉരുള കൊണ്ട് ഒരാൾക്ക് തൃപ്തിയാകുന്നില്ല, ഒരാളുടെ വിശപ്പ് മാറുന്നില്ല എങ്കിൽ അവന്റെ വയറിനെ 3 ഭാഗമാക്കി അവന് വേർതിരിക്കണം. അതിലൊന്ന് അവന് ഭക്ഷണത്തിന് വേണ്ടി മാറ്റിവെക്കണേ, 2ാമത്തെ ഭാഗം അവന് വെള്ളത്തിന് വേണ്ടി മാറ്റിവെക്കണേ, 3ാമത്തെ ഭാഗം അവൻ ഒഴിച്ചിടണമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹ്. വയറിനെ 3 ഭാഗമാക്കണം. അപ്പൊ നമ്മൾ വയറിനെ 3 ഭാഗമാക്കണം എന്ന് പറയുമ്പോൾ വയറിന്റെ സൈസ് എത്രയാണെന്ന് സയൻസിനോട് ചോദിക്കണം, ശാസ്ത്രത്തോട് ചോദിക്കണം. എന്താണ് വയറിന്റെ സൈസ്? അവിടെ നിന്നാണ് 1.2 ലിറ്റർ എന്ന് നമ്മൾക്ക് കിട്ടിയത്. അപ്പൊ 1.2 ലിറ്ററിന് നമ്മൾ 3 ഭാഗമാക്കി ചുരുക്കിയാൽ ഒരു ഭാഗം 400 മില്ലി ലിറ്റർ, മറ്റേ ഭാഗം 400 മില്ലി, മറ്റേ ഭാഗം 400 മില്ലി. അപ്പൊ ഒരാൾ എത്രയാണ് തിന്നേണ്ടത്? 400 മില്ലി ലിറ്റർ ആണ് ഒരാൾ തിന്നേണ്ടത്. 400 മില്ലി ലിറ്റർ ആണ് ഒരാൾ കുടിക്കേണ്ടത്. 400 മില്ലി ലിറ്റർ ഒരാൾ ഒഴിച്ചിടണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. ഇതാണ് ഒരു മനുഷ്യന്റെ ഭക്ഷണക്രമം. അതല്ലാത്ത ഭക്ഷണക്രമങ്ങൾ അസുഖത്തിലേക്കാണ്, അനാരോഗ്യത്തിലേക്കാണ് അയാൾ എത്തിക്കുക. അല്ലാഹുവിന്റെ ഹബീബിന്റെ ശൈലിയാണ് പ്രിയപ്പെട്ടവരെ ഇത്. നമ്മളൊക്കെ കേട്ട ചരിത്രമാണ്. അല്ലാഹുവിന്റെ ഹബീബിന് മുഖ്തീസ് രാജാവാണെന്ന് തോന്നുന്നുണ്ട്. റസൂലുള്ളാഹി തങ്ങൾക്ക് ഒരു ഡോക്ടറെ സമ്മാനമായി നൽകുന്നുണ്ട്. ആ ഡോക്ടർ മദീനയിൽ വന്ന് മാസങ്ങളോളം ക്ലിനിക്ക് തുടങ്ങുന്നു. മാസങ്ങളോളം അയാൾ ക്ലിനിക്ക് തുടങ്ങിയിട്ട് രോഗികൾ വരാൻ കാത്തിരിക്കുന്ന വളരെ വിരളമായ വിരലിലെണ്ണാവുന്ന 1-2 ചില രോഗികളല്ലാതെ അയാളുടെ അടുത്തേക്ക് രോഗികളായി ആരും വരുന്നില്ല. 2 മാസം കഴിഞ്ഞപ്പോഴാണ് ഹബീബായ നബി തങ്ങളോട് ചെന്ന് പറയുന്നത്, യാ റസൂലല്ലാഹ്, 2 മാസമായി ഞാൻ ഇവിടെ വന്നിട്ട് ഒരു രോഗിയെ പോലും എനിക്ക് ചികിത്സിക്കേണ്ടി വരുന്നില്ലല്ലോ നബിയെ. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുന്നത്, അതിന്റെ പിന്നിൽ ഒരു രഹസ്യമുണ്ട്, അതിന്റെ പിന്നിൽ ചില കാരണങ്ങളുണ്ട്. ഞങ്ങൾ ഒരിക്കലും വേറെ നിറയെ തിന്നാറില്ല, എന്നാൽ തിന്നുന്നതോ വിശക്കുമ്പോഴാണ് ഞങ്ങൾ തിന്നുന്നത്. വിശക്കാതെ ഞങ്ങൾ തിന്നാറില്ല. ഞങ്ങൾക്ക് ഭക്ഷണത്തിന് ഒരു ഓർഡർ ഇല്ല. രാവിലെ ആയാൽ ഒരു ചായ, അത് കഴിഞ്ഞിട്ട് 9 മണിയായാൽ ഒരു നാസ്ത, 11 മണിയായാൽ ഒരു ജ്യൂസ്, ഉച്ചയായാൽ ലഞ്ച്, വൈകുന്നേരമായാൽ ചായയും കടിയും, രാത്രിയായാൽ ഡിന്നർ. ഇങ്ങനെ ഒരു ഷെഡ്യൂൾഡായ ഭക്ഷണം ഞങ്ങൾ ആരും കഴിക്കാറില്ല. എപ്പോഴാണോ വിശപ്പ് തോന്നുക അപ്പോഴാണ് നമ്മൾ ഭക്ഷണം കഴിക്കുക. ആ
ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ വയറ് നിറയെ ഞങ്ങൾ കഴിക്കാറില്ല. നല്ല വിശപ്പ് തോന്നിയാൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കും, പക്ഷേ ആ വിശപ്പ് തോന്നുന്ന സമയത്ത് പോലും വയറ് നിറയെ ഭക്ഷണം കഴിക്കാറില്ല. ഇതാണ് ഞങ്ങളുടെ ആരോഗ്യത്തിന്റെ രഹസ്യമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. ഇങ്ങനെ നമ്മൾ സൂക്ഷിച്ചാൽ നമ്മുടെ ഉമ്മമാരുടെ ധാരണ എന്ന് പറയുന്നത് ഒരുപാട് തിന്നാൽ ഒരുപാട് ആരോഗ്യമുണ്ടാകുമെന്നാണ്. അതുകൊണ്ട് മക്കൾക്ക് പിന്നെയും വീണ്ടും വീണ്ടും പത്തിരി തീറ്റിക്കുന്ന ഉമ്മമാർ, പിന്നെയും വീണ്ടും വീണ്ടും മാംസം തീറ്റിക്കുന്നവരെ ഒരു 5 പത്തിരി തിന്നാലും മതിയാകൂല, ഇതൊക്കെ ഇവിടുത്തെ പിന്നെന്തെന്ന് പറഞ്ഞ് പിന്നെയും നമ്മുടെ മക്കൾക്ക് പൊറോട്ടയും പത്തിരിയും ചപ്പാത്തിയും ചിക്കനും ബീഫും എല്ലാം നിറച്ചു കൊടുക്കുന്ന ഉമ്മമാരെ അവർക്ക് നഷ്ടപ്പെടുന്നത് അവരുടെ ബുദ്ധിശക്തിയാണ്, അവരുടെ ഓർമ്മശക്തിയാണ്. അവരായി മാറുന്നത് അലസന്മാരായിട്ടാണ്. അലസതയും മടിയും അവരിലേക്ക് കടന്നു കയറുകയാണ്. അതോടൊപ്പം നമ്മുടെ മക്കൾ രോഗിയായി മാറുകയാണ്. അല്ലാഹുവിന്റെ ഹബീബല്ലേ, പരിശുദ്ധ ഖുർആനല്ലേ ഭക്ഷണത്തിന്റെ കാര്യം നമ്മളോട് പറഞ്ഞു തരേണ്ടത്? പരിശുദ്ധ ഖുർആൻ പറയുന്നത് കുലൂ വശ്റബൂ, കുലൂ വശ്റബൂ, നിങ്ങൾ തിന്നണം, നിങ്ങൾ കുടിക്കണം, വലാ തുസ്രിഫു, അമിതമാവരുത്. കുലു, തിന്നണം, എന്തു തിന്ന, അള്ളാഹു ഹലാലാക്കി എന്തു തിന്ന. മുട്ട തിന്നൂടാ, ചിക്കൻ തിന്നൂടാ, ബീഫ് തിന്നൂടാ, അങ്ങനെയല്ല. ചില ആളുകൾ വീഗന്മാരായി ജീവിക്കുന്ന ആളുകളുണ്ട്. വീഗൻ, വെജിറ്റബിൾ മാത്രം കഴിക്കുന്ന ആളുകൾ. മനുഷ്യന് പറ്റിയതല്ല. അവർ വേറെ പ്രോട്ടീനൊക്കെ ഉപയോഗിച്ച് അവർക്ക് ആവശ്യമായ പ്രോട്ടീൻ കഴിക്കുന്നുണ്ടാവും. ഒരു മൃഗം, നമ്മുടെ വീട്ടിലുള്ള നാൽക്കാലികൾ, അത് സസ്യമൃഗങ്ങളാണ്. അവർക്ക് മട്ടൻ പറ്റൂല, മാംസം പറ്റൂല. അതേപോലെ വൈൽഡ് അനിമൽസ്, കാട്ടിലുള്ള വന്യമൃഗങ്ങൾ, അവർക്ക് പച്ചക്കറി പറ്റൂല, ഇലകൾ പറ്റൂല. നമ്മൾ മിശ്രബുക്കാണ്. നമ്മൾ മാംസവും കഴിക്കണം, വെജിറ്റബിളും കഴിക്കണം. എപ്പോഴും ചിക്കന് മാത്രമേ വീട്ടിലുള്ളൂ, രോഗിയാവും. എപ്പോഴും മാംസം മാത്രമേ വീട്ടിലുള്ളൂ, നിങ്ങൾ രോഗിയാകും. ഇതൊക്കെ സമ്മിശ്രമായ ഒരു ഭക്ഷണത്തിലെ ഒരു മെനു നമ്മുടെ വീട്ടിലുണ്ടാകണം. ഇന്ന് മാംസം, നാളെ മീന്, ഫിഷ്, മറ്റന്നാൾ വെജിറ്റബിൾ, പിന്നെ ചിക്കൻ. അങ്ങനെ ഒരു ഷെഡ്യൂൾഡായി നല്ലൊരു മെനു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം, നമ്മുടെ വീട്ടിലുണ്ടാവണം. ചില വീടുകളിൽ എന്നും ചിക്കൻ തന്നെ, രാവിലെയും ചിക്കൻ, വൈകുന്നേരവും ചിക്കൻ, രാത്രിയും ചിക്കൻ. അപ്പൊ നമ്മൾ ആരായി മാറി? വൈൽഡ് അനിമൽസ് ആയി, കാട്ടിലുള്ള വന്യമൃഗങ്ങളെ പോലെയായി. ആ വന്യമൃഗങ്ങളെ പോലെ അധ്വാനിക്കാനുള്ള അധ്വാനം നമ്മൾക്കില്ല. അപ്പൊ നമ്മൾ എന്താകും? പെട്ടെന്ന് രോഗികളായി മാറും. അപ്പൊ നമ്മളൊരു മിശ്രബുക്കായതുകൊണ്ട് തന്നെ എല്ലാം നമ്മൾ തിന്നണം. അത് പാടില്ല, ഇത് പാടില്ല എന്നില്ല. എന്താണോ ഇസ്ലാം അനുവദിച്ചത് അതൊക്കെ നമ്മൾക്ക് തിന്നാം. പക്ഷേ അതിലൊരു നിയന്ത്രണമുണ്ട്. എന്താണ് ആ നിയന്ത്രണം? കുലൂ വശ്റബൂ, നിങ്ങൾ തിന്നണം, നിങ്ങൾ കുടിക്കണം. വലാ തുസ്രിഫൂ, നിങ്ങൾ അമിതമായി തിന്നാൻ പാടില്ല, അമിതമായി കുടിക്കാനും പാടില്ല. ഇക്കിഗായ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ഇക്കിഗായ് വളരെ രസകരമായ ഒരു പുസ്തകം. ആ പുസ്തകം വായിച്ചാൽ ഹബീബായ നബി തങ്ങളുടെ ഹദീസിന്റെ ചില പ്രവചനങ്ങളുടെ സാക്ഷാത്കാരം നമുക്ക് കാണാൻ കഴിയും. നബി തങ്ങളുടെ പ്രവചനങ്ങൾ പുലരുന്നത് പോലെ തോന്നും ചില ഹദീസുകളുടെ. പണ്ടൊക്കെ നമ്മള് കിതാബ് പഠിക്കുന്ന സമയത്ത് ചില ഹദീസുകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മൻ സറഹു അൻ യുബ്സത ലഹു ഫീ ഉംരിഹി വയുൻസഅ ലഹു ഫീ അഥരിഹി ഫൽയസിൽ റഹിമഹ്. നിങ്ങൾക്ക് ദീർഘായുസ് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരുപാട് കാലം ആരോഗ്യത്തോടെ ജീവിക്കാൻ നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ, ഫൽയസിൽ റഹിമഹു, നിങ്ങൾ കുടുംബബന്ധം ചേർക്കണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. ചിന്തിച്ചു, കുടുംബബന്ധവും ദീർഘായുസും തമ്മിൽ എന്താ ബന്ധം? ആനയും കുഴിയാനും തമ്മിൽ ബന്ധമുണ്ട്. ആന രണ്ടിലുണ്ട്. കുടുംബ ബന്ധവും ദീർഘായുസ്, ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, കുടുംബ ബന്ധവും ദീർഘായുസും തമ്മിൽ എന്താ ബന്ധം? നിബിധങ്ങൾ പറയാം, മൻ സറഹു അൻ യുബ്സത ലഹു ഫീ റിസ്ഖി, നിങ്ങളുടെ റിസ്ഖിൽ വിശാലത, ആരുടെ മുമ്പിലും കൈനീട്ടാതെ ജീവിക്കണം. പിന്നെ വയുൻസഅ ലഹു ഫീ അഥരി യുമദ്ദ ലഹു ഫീ ഉംരി, ആയുസ് നീട്ടി കിട്ടണം. നല്ല ലൈഫ് എക്സ്പെക്ടൻസി, ഒരുപാട് ഡ്യൂറേഷൻ, ഒരുപാട് കാലം നമ്മൾക്ക് ജീവിക്കാൻ കഴിയണം. അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത്? നിബിധങ്ങൾ പറഞ്ഞു, ഫൽയസിൽ റഹിമഹു, നിങ്ങൾ കുടുംബബന്ധം ചേർക്കണം. ഇക്കിഗായ് എന്ന് പറയുന്ന 21ാം നൂറ്റാണ്ടിൽ ഇറങ്ങിയൊരു പുസ്തകം. ആ പുസ്തകത്തില് ജപ്പാനിലെ ഒക്കിനോവ എന്ന് പറയുന്ന പ്രദേശത്തെ കുറിച്ചുള്ള ഒരു പഠനം. ഒക്കിനോവ എന്ന് പറയുന്ന ജപ്പാനിലെ ഒരു പ്രദേശം. ആ പ്രദേശത്ത് ആളുകളുടെ ആയുസ് എന്ന് പറയുന്നത് 130. 100 നാട്ടിലത്തെ എല്ലാവരും കിടക്കുന്നുണ്ട്. 100 എല്ലാവരും കിടക്കുന്നുണ്ട്. ആവറേജ് ആളുകൾ 90, 100, 110 എല്ലാവരും ജീവിക്കുന്നുണ്ട്. എന്നാൽ ഒരു നല്ലൊരു ശതമാനം ആളുകൾ 120 കിടക്കുന്നു, 130 വരെ എത്തുന്നു.
എന്താണ് ആ നാടിന്റെ പ്രത്യേകത എന്ന് പഠിക്കാൻ രണ്ടാളുകൾ പോയി അവിടെ റിസർച്ച് നടത്തി അവരോട് സംസാരിച്ചെഴുതിയ ഒരു പുസ്തകത്തിന്റെ പേരാണ് ഇക്കിഗായ്. അതിൽ അവർ പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട് വളരെ പ്രധാനമായിട്ട്. അവരോട് സംസാരിക്കും, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത്രയും ദീർഘായുസ് കിട്ടാനുള്ള കാരണം. അപ്പൊ അവര് പറയുന്നത്, ഞങ്ങള് ബന്ധങ്ങൾ കീപ്പ് ചെയ്യുന്ന ആളാണ്. കുടുംബ ബന്ധം, സൗഹൃദ ബന്ധം, ഇതൊക്കെ നന്നായി സൂക്ഷിക്കുന്ന ആളാണ് ഞങ്ങൾ. ഒരുപാട് കാലം ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ കുടുംബ ബന്ധം ചേർക്കട്ടെ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കുക, പുസ്തകം നിലവിൽ ചൂടപ്പം പോലെ വിൽക്കപ്പെടുന്ന ഇന്റർനാഷണൽ ബെസ്റ്റ് സെല്ലറാണ്. അന്താരാഷ്ട്ര ഏറ്റവും നല്ല ചൂടപ്പം പോലെ വിറ്റഴിക്കപ്പെട്ട ഒരു പുസ്തകമാണ് ഇക്കിഗായ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇംഗ്ലീഷാണ്, വളരെ സിമ്പിൾ. അപ്പൊ ഇത് വായിക്കാൻ കഴിയുന്ന, ഇംഗ്ലീഷൊക്കെ അറിയുന്ന ആളുകൾ വായിക്കുക. ഒറ്റ ദിവസം കൊണ്ട് ഇരുത്ത് വായിച്ചു തീർക്കാൻ പറ്റിയ പുസ്തകം, ചെറിയ പുസ്തകം. അപ്പൊ അതിൽ പറയണ അവര്, ഞങ്ങൾക്ക് ഇത്ര കാലൊക്കെ ദീർഘായുസ് കിട്ടാനുള്ള ഒരു കാരണമായിട്ട് നമ്മൾ കാണുന്നത് ഞങ്ങൾ കുടുംബ ബന്ധം ചേർക്കുന്നു, സൗഹൃദ ബന്ധം കാത്തു സൂക്ഷിക്കുന്നു, അങ്ങനെ പല വിഷയങ്ങൾ അവർ പറയുന്നുണ്ട്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടുംബ ബന്ധത്തെ കുറിച്ച് പറഞ്ഞ വിഷയങ്ങൾ അങ്ങനെയാണ്. കുടുംബ ബന്ധം ചേർത്താൽ എന്തുണ്ടാവും? ദീർഘായുസ് കിട്ടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ എന്താ നോക്കൂ നിങ്ങൾ, അവർ പറയാം, നർച്ചറിങ് ഫ്രണ്ട്ഷിപ്പ്, ഈറ്റിംഗ് ലൈറ്റ്, ഗെറ്റിംഗ് ഇനഫ് റെസ്റ്റ്, ഇതൊക്കെ അവരുടെ പിന്നെ ജീവിതത്തിലെ ദീർഘായുസ് കിട്ടാനുള്ള റീസൺ ആയിട്ട് അവർ പറയാം. പിന്നെ അവര് വേറൊരു സാധനമുണ്ട്, അവരുടെ പ്രത്യേകതയായിട്ട് അവർ പറയുന്നത് ഹരേ ഹച്ചിബു എന്ന് പറയുന്നത്. ഹരേ ഹച്ചിബു അഥവാ നിങ്ങൾ 80% തിന്നാൻ പാടുള്ളൂ, 80% തിന്നാൻ പാടുള്ളൂ. അവർ പറയാം, അവരാരും ഭക്ഷണം കഴിക്കാനിരുന്നാല് 80% വേറെ നിറഞ്ഞു എന്ന് തോന്നിയാൽ അവര് ഭക്ഷണം നിർത്തണം. അതവരുടെ ജീവിതത്തിൽ ആ നാട്ടിലുള്ള മോട്ടോ അങ്ങനെയാണ്, ആ നാട്ടിലുള്ള ജീവിതത്തിലെ മുദ്രാവാക്യതാണ്. അഥവാ പ്രമേയം തന്നെ, നാട്ടിലത്തെ സിസ്റ്റം തന്നെ അങ്ങനെയാണ്. അഥവാ ഒരാൾ തിന്നാനിരുന്നാല് 80% വേറെ നിറഞ്ഞു എന്ന് തോന്നിയാൽ അവര് ഭക്ഷണം നിർത്തണം. അതാണ് ഹരേ ഹച്ചിബു എന്ന് പറയുന്നത്. അഥവാ എത്രയാ 1.2 ലിറ്റർ ആണ് നമ്മുടെ സൈസ് എങ്കിൽ നമ്മുടെ ഏകദേശം 800 അല്ലെങ്കിൽ ഒരു 900 ലിറ്റർ ഒക്കെ ആയാൽ ഭക്ഷണം നിർത്തണം. പിന്നെ ഭക്ഷണം കഴിക്കാൻ പാടില്ല, പിന്നെ കുടിക്കാൻ പാടില്ല. ഒരു 300 മില്ലി ലിറ്റർ അഥവാ ഒരു 20% ഒഴിച്ചിടണം. അതാണ് ഞങ്ങളുടെ ദീർഘായുസിന്റെ കാരണം എന്ന് അവർ പറയുന്നുണ്ട് പുസ്തകത്തിൽ. ഇതന്നെയല്ലേ നിബിധങ്ങളും പറഞ്ഞത്? നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തെ 3 ഭാഗമായി ക്രമീകരിക്കണം. അതിലൊരു ഭാഗം നിങ്ങൾ തിന്നണം, ഒരു ഭാഗം കുടിക്കണം, ഒരു ഭാഗം ഒഴിച്ചിടണം. ഹരേ ഹച്ചിബു, 80% കഴിഞ്ഞാൽ പിന്നെ തിന്നരുത്. ആരാ നമ്മളെ ശ്രദ്ധിക്കുന്നത്? നമ്മൾ 5 പൊറോട്ട തിന്നു അല്ലേ? 5 പൊറോട്ട തിന്നു, 4 പൊറോട്ട തിന്നു. അതിന്റെ കൂടെ വെറും പൊറോട്ട അല്ല, അതിന്റെ കൂടെ ചിക്കന്റെ അൽഫാം ഉണ്ടാകും, ചിക്കന്റെ ഫ്രൈ ഉണ്ടാകും, 65 ഉണ്ടാകും. അതിന്റെ കൂടെ ഗ്രേവി ആയിട്ട് കറി ഉണ്ടാകും, മട്ടനും ബീഫും ചിക്കനൊക്കെ കറി ഉണ്ടാകും. ഇതൊക്കെ കഴിച്ച് അതിന്റെ ഇടയിൽ നമ്മൾക്ക് പെപ്സി ഉണ്ടാകും, കോള ഉണ്ടാകും. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വലിയൊരു പാത്രത്തിൽ ഫ്രൂട്ട്സും കൊണ്ടുവരും. ഈ ഫ്രൂട്ട്സും കൂടി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഡെസേർട്ട് കൊണ്ടുവരും, പുഡിങ്, ഐസ്ക്രീം ആയിട്ട് കൊണ്ടുവരും. ഇതും കൂടി കഴിഞ്ഞിട്ട് നമ്മൾ കട്ടൻ ചായ കുടിക്കും. എന്നിട്ട് നമ്മൾ ഏമ്പൊക്കെ മുട്ടണിക്കുക. 1.2 ലിറ്റർ അല്ല, 5 ലിറ്റർ ഒക്കെ വൺ ടൈമിൽ നമ്മൾ തിന്നു. 1.2 ലിറ്റർ അല്ല, നമ്മളോട് എന്താ പറഞ്ഞ 800 മില്ലി ലിറ്റർ തിന്നിട്ട് 400 മില്ലി ലിറ്റർ ഒഴിച്ചിടണം. നമ്മൾ ഒരേ സമയത്ത് തന്നെ 2 ലിറ്റർ 3 ലിറ്റർ ഒക്കെ നമ്മൾ എല്ലാവരും തിന്നു. അതുകൊണ്ടാണ് നമ്മുടെ വയറിന്റെ സൈസ് ഇങ്ങനെ വലുതായി വരുന്നത്. ഇത് എലാസ്റ്റിക് ആണ്. വയറ് എന്ന് പറയുന്നത് എലാസ്റ്റിക് ആണ്. ഇത് എത്ര ബലൂൺ ഉണ്ടല്ലോ, ബലൂണിന് ഒരു മെഷർമെന്റ്, ഒരു കണക്കുണ്ട്. ബലൂൺ നമ്മൾ ഊതുന്നതിനനുസരിച്ച് വീർത്തുകൊണ്ടേ വരും. അതേപോലെ തിന്നുന്നതിനനുസരിച്ച് നമ്മുടെ വയറ് വലുതായിക്കൊണ്ടേ. ചില ആളുകൾ പറയും ഇരുന്ന് ജോലി ചെയ്യുന്നത് കൊണ്ടാണ് വയറ് വന്നത്. ഇരുന്ന് ജോലി ചെയ്താലൊന്നും വയറ് വരില്ല. തിന്നിട്ട് എന്നെയാണ് വയറ് വരിക. തിന്നാലേ വയറ് വലുതാവും, ഇരുന്ന് ജോലി ചെയ്താലൊന്നും വയറ് വലുതാവില്ല. അപ്പൊ നമ്മൾ തിന്നുന്നു. അപ്പൊ ഇനിയെങ്കിലും നമ്മൾ എന്ത് ചെയ്യാം? അപ്പൊ ഈ വയറ് കുറക്കണമെങ്കിൽ ജിമ്മിന് പോയാൽ വയറ് കുറയില്ല. ചില ആളുകൾ നാട്ടൊക്കെ ജിമ്മുണ്ടെന്ന് എനിക്ക് അറിയില്ല. ഉണ്ടാ ഞങ്ങളുടെ ജിമ്മുണ്ടോ? ഇല്ല. അതാണ് കാരണം ഈ നാട്ടിൽ നിന്ന് ജിമ്മിന് പോകണമെങ്കിൽ ഒരു അരമണിക്കൂർ വേണ്ടി അതുകൊണ്ടാണ് ജിമ്മുണ്ടാകുന്നത്. അപ്പൊ ജിമ്മിന് പോയാലെന്ന് ചില ആളുകള് ഇപ്പൊ ന്യൂ ഇയർ വരാണല്ലോ, ജനുവരി വരാണല്ലോ. അപ്പൊ ജനുവരി വരുമ്പോ പൊതുവെ ജിമ്മിന്റെ ഓണേഴ്സിന് വലിയ കാര്യമാണ്. കാരണം എന്താ,
പുതിയ വർഷമായതുകൊണ്ട് ഈശ്വരന് ജിമ്മിനൊക്കെ പോയി ബോഡിയൊക്കെ സെറ്റ് ചെയ്യണമെന്നുള്ള പ്രതീക്ഷയിൽ എല്ലാവരും ആദ്യം പോയിട്ട് അവിടെ അഡ്വാൻസ് കൊടുക്കും. അപ്പോൾ ജിമ്മന്മാർക്കറിയാം, ട്രെയിനർമാർക്കറിയാം ഇയാൾ എന്തായാലും ഒരാഴ്ച വരുള്ളൂ. അപ്പോൾ ട്രെയിനർമാർ പുതിയൊരു ഐഡിയ വയ്ക്കുക, എന്താണ്, നിങ്ങൾ 3 മാസത്തെ ഫീസ് ഒന്നിച്ച് തരാണെങ്കിൽ നിങ്ങൾക്ക് 20% ഓഫർ തരാം. അത് ജാനുവരി ഫെബ്രുവരി മാർച്ചിന് ഒന്നിച്ച് ഫീസ് കെട്ടാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് 1 മാസത്തെ ഫീസ് കുറച്ച് തരാം. അല്ലെങ്കിൽ അഡ്വാൻസ് ഫീസ് നിങ്ങൾ കെട്ടണ്ട, അഡ്മിഷൻ ഫീസ് നിങ്ങൾ കെട്ടണ്ട എന്ന് പറയും. 1 മാസത്തെ ഫീസ് കുറവല്ലേ, അല്ലെങ്കിൽ അഡ്മിഷൻ ഫീസ് കുറവല്ലേ എന്ന് വിചാരിച്ച ഒരു 3 മാസത്തേത് കിട്ടും. 3 മാസത്തേത് കെട്ടിട്ട് ഇവർ ആദ്യത്തെ ദിവസം പോയിട്ട് കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോഴേക്കും ഇത് ഭയങ്കര ടയർഡാവും. ജിം എന്ന് പറയുന്നത് സുഖമുള്ള കാര്യം തന്നെ, നല്ല ടയർഡാകുന്ന കാര്യമാണ്. കാരണം എന്താ, പൈസ കൊടുത്തിട്ട് കസ്റ്റമർ അധ്വാനിക്കുന്ന സ്ഥലമാണ് ജിമ്മ്. മുതലാളിമാരിങ്ങനെ മുണ്ടാണ്ടിരിക്കും, അതാണ് ജിമ്മ്. മുതലാളിമാരിങ്ങനെ നോക്കിയിരിക്കും, പൈസ കൊടുത്തോണ്ട് പണിയെടുക്കും, അതാണ് ജിമ്മിന്റെ പ്രത്യേകത. അങ്ങനെയല്ലേ ജിമ്മ്? മുതലാളിമാരിങ്ങനെ പൈസ കൊടുത്തിട്ട് ഒരാൾ അധ്വാനിക്കുന്നത് ഇങ്ങനെ മുതലാളി ഇങ്ങനെ നോക്കിയിരിക്കുന്ന സിസ്റ്റത്തെയാണ് ജിമ്മ് എന്ന് പറയാം. അപ്പൊ ഇയാൾ 2-3 ദിവസമൊക്കെ അധ്വാനിച്ചിട്ട് പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ കണ്ണാടി നോക്കി മസിൽസ് ഒക്കെ നോക്കി ഒന്നും കൂടുന്നില്ലല്ലോ എന്ന് തോന്നിയാല് ഒരാഴ്ച കഴിഞ്ഞ് ഇയാൾ എല്ലാം ചെയ്യും, ഇയാളെ പണി നിർത്തും. മുതലാളിക്ക് ലാഭമായോ? 3 മാസത്തെ പൈസ കിട്ടിയോ? ഇത് മുതലാളിക്ക് അറിയാം. അങ്ങനെ എല്ലാ വർഷവും 3 മാസത്തെ ഫീസ് കൊടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പൊ ജിമ്മിന് പോയാലൊന്നും വേറെ കുറയില്ല. വേറെ കുറയണമെങ്കിൽ എന്ത് വേണം? എത്ര കാലം കൊണ്ടാണോ ഈ വേറെ വികസിച്ചത് അത്ര കാലം ഫുഡ് കൺട്രോൾ തന്നെ ചെയ്യേണ്ടി വരും. ഒരു വഴി അങ്ങനെയാണ്. ഇപ്പൊ നമ്മളിപ്പോ 30 വയസ്സായി, 30 വയസ്സ് ആകുമ്പോൾ നമുക്ക് ഇത്ര വേറെ കൂടി. ഇനി ഈ വേറെ കുറക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നബി തങ്ങൾ പറഞ്ഞ ആ ഒരു സിസ്റ്റത്തിൽ ഇങ്ങനെ ഭക്ഷണം കഴിച്ച് വന്നാല് പതുക്കെ 1, 2, 3, 10 വർഷമൊക്കെ ആകുമ്പോൾ വേറെ ഇങ്ങനെ കുറഞ്ഞു വരും. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഭക്ഷണം നിയന്ത്രിക്കുക, അതിന്റെ കൂടെ നന്നായിട്ട് കാർഡിയോ എക്സസൈസ് ചെയ്യുക, നന്നായിട്ട് വ്യായാമം ചെയ്യുക. അത് വേറുമായി ബന്ധപ്പെട്ട വേറെ കുറക്കാനുമായി ബന്ധപ്പെട്ട എക്സസൈസുകൾ നന്നായിട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഭക്ഷണം നിയന്ത്രിക്കലോടുകൂടി ഒരു 6 മാസം കൊണ്ടൊക്കെ നമ്മൾ കുറക്കാൻ പറ്റും. ഭക്ഷണം നിയന്ത്രിക്കാതെ ഒരു നിലക്കും ഒരു മനുഷ്യനും വേറെ കുറക്കാൻ കഴിയൂല. അങ്ങനെ ഒരു ഈസി മെത്തേഡ് ആരും നോക്കേണ്ട, അത് നടക്കൂല. നമ്മുടെ ആമാശയത്തിന്റെ സൈസ് എത്രയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഗൂഗിൾ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒതന്റിക് ആയിട്ട് അവരോട് ചോദിച്ച് പഠിക്കുക. ഞാൻ ഗൂഗിൾ ചെയ്തിട്ടുണ്ട്, വേറെ ആള് പിന്നെ ചില ഡോക്ടർമാരുടെ ടോക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഞാൻ ഉറപ്പിക്കാൻ വേണ്ടി സെർച്ചിങ് ഞാൻ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ 1.2 ലിറ്റർ എന്ന് പറയുന്നത്. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മൾ എപ്പോഴും ആരോഗ്യത്തോടു കൂടി നിൽക്കണം. അത് അള്ളാഹുവിന്റെ ആഗ്രഹമാണ്, ദീനിന്റെ ആഗ്രഹമാണ്. ബലഹീനരായ ദുർബലരായ ആളുകളെക്കാളും അള്ളാഹുവിന് ഇഷ്ടം ആരോഗ്യമുള്ള വിശ്വാസിയാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ നമ്മൾ തവറുക്കിന്റെ ഇരുത്തം ഇരിക്കും, അത്തഹിയ്യാത്തിൽ ഇരിക്കുന്നത് പോലെ ഇരുന്നിട്ട് കൈ ഇങ്ങനെ മുസല്ലയിൽ ചാരി കൊടുക്കുന്നത് നബി തങ്ങൾക്ക് ഇഷ്ടമല്ല. ആ ഇരുത്തം കറാഹത്താണ്. ഈ ഇരുത്തം കറാഹത്തല്ല. നമ്മൾ ഇങ്ങനെ ഇരുത്തും, നമ്മൾ ഉസ്താദുമാരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതിന് എതിർത്തിരുന്നു. എന്ത്? അതിലൊരു അദബ് കേടുണ്ടെന്ന് പറഞ്ഞിട്ട്. ചിലപ്പോൾ വലിയ വലിയ ആളുകളൊക്കെ ഉണ്ടാവും, ഇങ്ങനെ ഇരിക്കുമ്പോൾ അദബ് കേട് പോലെ നമുക്ക് ഫീൽ ആവും. അതുകൊണ്ട് ഉസ്താദുമാര് വലിയ വലിയ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കാം. അല്ലാതെ ഇങ്ങനെ ഇരിക്കുന്നത് തെറ്റൊന്നുമല്ല. നേരെ മറിച്ച് നമ്മൾ അത്തഹിയ്യാത്തിൽ ഇരിക്കുമ്പോൾ, തവറുക്കിന്റെ ഇരുത്തം ഇരിക്കുമ്പോൾ കൈ ഇങ്ങനെ ബാക്കോട്ടേക്ക് കുത്തി കൊടുത്ത് ഇങ്ങനെ ഇരിക്കുന്നത് അള്ളാന്റെ ഹബീബിന് ഇഷ്ടമല്ല. ആ ഇരുത്തം കറാഹത്താണ്. എന്താ കുഴപ്പം അങ്ങനെ ഇരുന്നാല്? എന്താ കുഴപ്പം? എപ്പോഴാണ് ഒരു വാഴയ്ക്ക് നമ്മൾ കോല് കുത്തി കൊടുക്കുന്നത്? എപ്പോഴാ? വാഴ ഞങ്ങൾക്കറിയാലോ, കൃഷിയെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞാൽ ആവശ്യമില്ലല്ലോ. എപ്പോഴാണ് ഒരു വാഴക്കൊലയ്ക്ക് നമ്മൾ കോല് കുത്തി കൊടുക്കുക? അത് വീഴാനാകുമ്പോഴാണ്. അത് സ്ട്രൈറ്റ് ഉള്ള സമയത്ത് കോല് കുത്തി കൊടുക്കൂല. അത് വീഴാനായി എന്നറിഞ്ഞാൽ അതിന്റെ ആരോഗ്യം നശിച്ചു എന്നാണ് അർത്ഥം. ആ വാഴയ്ക്ക് നിലനിൽപ്പിൽ അത് ഇപ്പൊ താഴെ വീഴും. അപ്പൊ ഒരു കോല് കുത്തി കൊടുക്കും. അപ്പൊ ആ വാഴയ്ക്ക് എന്തില്ല? ആരോഗ്യമില്ല. അപ്പൊ ഒരു സത്യവിശ്വാസി ഇന്നിങ്ങനെ കൈ കുത്തി ഇങ്ങനെ ചാരിയിരിക്കുകയാണെങ്കിൽ എന്താണ് അർത്ഥം? അയാൾക്ക് ആരോഗ്യമില്ല. ആരോഗ്യമില്ലാത്ത ആളുകൾ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹ്. അള്ളാഹുവിന് ഇഷ്ടം നല്ല ആരോഗ്യമുള്ള ആളുകളാണ്. അപ്പൊ പുറത്തു നിന്ന് കാണുന്ന ആളുകൾക്ക് മുസ്ലിങ്ങളൊക്കെ ആരോഗ്യമില്ലാത്ത ആളുകളായാലും ചാവേലി പശു പോലെ കാറ്റ് വന്നാൽ പാറിപ്പോകുന്നത് പോലെ തോന്നരുത്. നിങ്ങൾ നല്ല ആരോഗ്യ ദൃഢഗാത്രന്മാരായി നല്ല കാണുമ്പോൾ ബോഡി ഫിസിക്കൽ ആളുകളായിട്ട് തോന്നണം. അതുകൊണ്ട് കയ്യൊക്കെ കുത്തി ചാരിയിരിക്കുന്ന സ്വഭാവം നമ്മൾക്ക് വേണ്ട എന്നതാണ് പരിശുദ്ധ ദീൻ പഠിപ്പിച്ചത്. കാണുമ്പോൾ നമ്മൾ നല്ലൊരു ആരോഗ്യത്തോടെ കാണണം. അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ളഈഫ്. ബലഹീനരായ സത്യവിശ്വാസിയെക്കാളും അല്ലാഹുവിന് ഇഷ്ടം ആരോഗ്യമുള്ള സത്യവിശ്വാസിയാണ്. ആരോഗ്യമുണ്ടെങ്കിൽ എത്ര കാലം ഇബാദത്ത് ചെയ്യാൻ കഴിയും നമ്മൾക്ക്? ഖൈറുകും മൻ ജാല ഉംറുഹു വഹസന അമലുഹു. നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ഒരുപാട് കാലം ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചവനാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. ഒരുപാട് കാലം ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചവൻ വലിയ ഭാഗ്യക്കാരനാ. മൻ ജാല ഉംറുഹു 90 വയസ്സ് വരെ, 100 വയസ്സ് വരെ, 110 വയസ്സ് വരെ
ജീവിക്കാൻ ഒരാൾക്ക് അവസരം ലഭിച്ചാൽ അയാളാണ് 60 വയസ്സിൽ മരിച്ചു പോകുന്നവനെക്കാളും നല്ലവനെന്ന് മുഹമ്മദ് നന്മയുണ്ടാവണം. ഒരാൾ 60 വയസ്സിന് മരിച്ചു, വേറെ ഒരാൾ 100 വയസ്സിന് മരിച്ചു. ആരാണ് അള്ളാഹുവിന്റെ അടുത്ത് നല്ലവനെന്ന് ചോദിച്ചാൽ 100 വയസ്സിന് മരിച്ചു പോയവനാണ്. കാരണം മറ്റാളെക്കാൾ 40 വർഷത്തെ അമൽ ഇയാൾക്ക് കൂടുതലുണ്ട്. 40 ലൈലത്തുൽ ഖദർ ഇയാൾക്ക് കൂടുതലുണ്ട്. ഒരു ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ ഖൈറുൻ മിൻ അൽഫി ഷഹർ, 1000 മാസത്തേക്കാൾ വലുതാണ്. 83 വർഷത്തെ ആയുസ്സാണ് ഒരാൾക്ക് ഒരു ലൈലത്തുൽ ഖദർ കിട്ടുമ്പോൾ ലഭിക്കുന്നത്. ഒരു ലൈലത്തുൽ ഖദർ കിട്ടിയാൽ 83 വയസ്സ് കൂടി നടത്തണം. ലൈലത്തുൽ ഖദർ കിട്ടിയാൽ ഇതിന്റെ അർത്ഥം 83 വയസ്സ് ഒരാൾക്ക് കൂടിയെന്ന. അപ്പൊ ഒരാള് 60 വയസ്സിന് ഒരാൾ മരിച്ചു, 100 വയസ്സിന് ഒരാൾ മരിച്ചു. 40 × 83 കൂട്ടി നോക്ക് നിങ്ങൾ. 40 × 83 കൂട്ടി നോക്ക്. മറ്റേയാളെക്കാളും എത്ര ആയുസാണ് ഇയാൾക്ക് കൂടിയത്. അതുകൊണ്ട് ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും നല്ലവനെന്ന് പറയുന്നത് ഒരുപാട് കാലം ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചവനാണ്. ആരോഗ്യത്തോടെ ജീവിക്കണം ഒരുപാട് കാലം, അല്ലാതെ കിടപ്പിലാവലല്ല, രോഗിയായി കിടക്കലല്ല. പ്രിയപ്പെട്ടവരെ, മറ്റൊരാളുടെ സഹായത്തോടെ മറ്റൊരാളെ ആശ്രയിച്ചിട്ട് കിടന്ന കിടപ്പിൽ വർഷങ്ങളോളം കിടക്കുന്നതിനെ കുറിച്ചല്ല. നമ്മൾക്ക് സ്വന്തമായി നിസ്കരിക്കാൻ കഴിയണം, സ്വന്തമായി ഖുർആൻ ഓതാൻ കഴിയണം. കണ്ണിന്റെ കാഴ്ച ശക്തി മരണം വരെ നിലനിൽക്കണം. പടച്ചവനെ, ഞങ്ങളുടെ കണ്ണിന്റെ കാഴ്ച ശക്തി മരണം വരെ നിലനിർത്തണേ അല്ലാഹ്. ചെവിയുടെ കേൾവി ശക്തി മരണം വരെ നിലനിർത്തണേ അല്ലാഹ്. ഖുർആൻ ഓതാൻ കഴിയണം, നിന്നുകൊണ്ട് നിസ്കരിക്കാൻ കഴിയണം, പള്ളിയിലേക്ക് നടന്നു വരാൻ കഴിയണം, പരിശുദ്ധ റമദാനിൽ നോമ്പെടുക്കാൻ കഴിയണം, ഹജ്ജ് ചെയ്യാൻ കഴിയണം. ഇതിനാണ് പ്രിയപ്പെട്ടവരെ ആരോഗ്യം വേണമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഒന്നാമതായി നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യാ. പടച്ചവനെ, എന്റെ ആരോഗ്യം മരിക്കുന്നത് വരെ നീ നിലനിർത്തണേ അല്ലാഹ്. ദീർഘായുസ്സോടു കൂടിയുള്ള അല്ലാഹുവേ, ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. അതിന്റെ കൂടെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞതുപോലെ ഭക്ഷണം നന്നായി നിയന്ത്രിക്കണേ. നമ്മള് മൂന്നാമതായി നമ്മുടെ വ്യായാമം ശ്രദ്ധിക്കുക. തോട്ടങ്ങളുള്ള ആളുകൾ തോട്ടങ്ങളിൽ പോകണം. അവിടെ കടക്കാനുണ്ട്, കൈക്കോട്ട് പിടിക്കാനുണ്ട്, പിക്കാസ് പിടിക്കാനുണ്ട്, പാടത്തും പറമ്പത്തും പണിയെടുക്കാനുണ്ട്, അടക്ക പൊറുക്കാനുണ്ട്, തേങ്ങ പൊറുക്കാനുണ്ട്, അല്ലെ? വീട്ടില് തൊഴുത്തും ആലയും പശുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതിന് പുല്ല് എറിഞ്ഞിട്ട് പശുവിന് പുല്ല് കൊടുക്കാനുണ്ട്. അങ്ങനൊക്കെ ഉണ്ട്. ഈ അടുത്ത കാലത്തുണ്ടാവും. എന്നാൽ ഇന്നത്തെ കാലത്തുള്ള കുട്ടിയുടെ അവസ്ഥ എന്താ? കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന ഏതെങ്കിലും ഒരു വീടുന്നുണ്ടോ? കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ വലിയൊരു ജിമ്മ. 6 പാക്കിനൊക്കെ ഏറ്റവും വലിയ ഉപകാരപ്രദമായ എല്ലാ ദിവസവും കിണറ്റിൽ നിന്ന് വെള്ളം കോരാന്നുണ്ട്. ഇന്ന് ആരെങ്കിലും അങ്ങനെ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നുണ്ടോ? ഇത് തോട്ടത്തിൽ അടക്ക പറിക്കാൻ ആരെങ്കിലും പോകുന്നുണ്ടോ? കൂലിപ്പണിക്കാർ, എല്ലാത്തിനും കൂലിപ്പണിക്കാരാണ്. തോട്ടത്തിൽ അടക്ക പറിക്കാൻ തന്നെ വലിയൊരു കിട്ടല. ഒന്ന് കുണിയണം, എടുക്കണം. അവിടെ പിന്നെ കവുങ്ങിൽ നിന്ന് അതിന്റെ ഓല ഉണ്ടാവും. കവുങ്ങിന്റെ പാള നിലവരെ അല്ലേ? പാള നിലവരെ പാള ഉണ്ടാവും. അതൊക്കെ എടുക്കണം, അതൊക്കെ കെട്ടാക്കണം, എന്നിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരണം. ഓല ഉണ്ടെങ്കിൽ ഓല ഇങ്ങനെ ഷോൾഡറിൽ വെച്ചിട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരണം. പുല്ല് നമ്മൾ എരിഞ്ഞ് വൃത്തിയാക്കണം. ചൂട് കാലമായാലും അതിനൊരു ഒരു എന്താണ് തോടുണ്ടാക്കി അതിന് വെള്ളം കോരണം, പൈപ്പ് എടുത്തിട്ട് വെള്ളം പിടിക്കണം. ഇതൊക്കെ ആരോഗ്യത്തിന്റെ ഭാഗം. ഇന്നതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ചില മിനിമം കളിയെങ്കിലും വേണമെന്ന് പറയാൻ കാരണം. ദർസിലാണെങ്കിലും കോളേജിലാണെങ്കിലും ഒക്കെ വൈകുന്നേരങ്ങളിൽ കളി ഉണ്ടാവും. അത് ആരോഗ്യത്തിന് വേണ്ടി. രാവിലെ മുതൽ വൈകുന്നേരം വരെ പഠിക്കുന്ന കുട്ടികൾ ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടി വൈകുന്നേരം കളിയുണ്ട്. നമ്മളൊക്കെ അതിന് വേണ്ടി കാത്തിരിക്കലായിരുന്നു. പഠിക്കുന്നുണ്ട്, വൈകുന്നേരം വേണ്ടി കാത്തിരിക്കലായിരുന്നു, കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ചില ഉസ്താദന്മാരുണ്ടാക്കും, പഠിച്ചില്ലെങ്കിൽ കളിയെ കട്ടാക്കുക. അതാണ് ഏറ്റവും വലിയ ശിക്ഷ. പഠിച്ചില്ലെങ്കിൽ അടി കിട്ടുന്നതിനേക്കാളും വലിയ ശിക്ഷ കളി കട്ടാക്കലാണ്. ചില ആളുകൾ ആ കളിക്ക് വേണ്ടി മാത്രം കാത്തിരിക്കുക. അയാളെ കളി കൂടി കട്ടാക്കിയാലും പിന്നെ അയാള് ആകെ എന്തായി മൂടോട്ടായ മനുഷ്യന് മറ്റു ദിവസം പഠിക്കാനുള്ള മുഴുവനുണ്ടാവില്ല. അപ്പൊ കളി എന്നുള്ളത് ആരോഗ്യത്തിന് വേണ്ടി. ഫുട്ബോൾ ആയാലും ക്രിക്കറ്റ് ആയാലും ബാഡ്മിന്റൺ ആയാലും നമ്മുടെ ഹെൽത്ത് നിയന്ത്രിക്കാൻ, ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന നിയത്തില് നമ്മൾ കളിക്കണം. പ്രിയപ്പെട്ടവരെ, ഏതായാലും ആഫിയത്ത് എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ആരോഗ്യം മരണം വരെ നിലനിർത്തി തരട്ടെ. ആരോഗ്യം ആഫിയത്ത് അല്ലാഹു മരിക്കുന്നത് വരെ നിലനിർത്തി തരട്ടെ.